ഇന്ത്യയിൽ ഗ്രാജുവേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ട് വരുന്ന സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും എഡ്യൂക്കേഷൻ സിസ്റ്റവും ആ പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയെ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകൾ ഇവിടെ ഡിസൈൻഡ് ആക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഒരു ഭാഗത്ത് നോക്കേണ്ടത്. എന്തുകൊണ്ടാണ് എനിക്ക് ആ ജോലി കിട്ടാത്തത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും അവർ അന്വേഷിച്ച സമയത്ത് മനസ്സിലായത് അവർ ഓവർ ക്വാളിഫൈഡ് ആണെന്നുള്ള റിവ്യൂ ആണ് കിട്ടിയത്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റഡി അബ്രോഡിൽ തന്നെ കാണുന്നൊരു ട്രെൻഡാണ് കാനഡയിൽ പോവുക, അവിടെ സെറ്റിൽ ആവുക എന്ന് പറയുന്നത്. അപ്പോൾ കാനഡയിൽ പോകുന്ന കുട്ടികൾ പഠിക്കുന്ന പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമുകളെല്ലാം അവരവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെസിഫൈഡ് ഡിസൈൻഡാണ്. ഹായ് എവ്രി വൺ, വെൽക്കം ടു ദി വെരി ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് യൂണി ടോക്സ് പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ജിഷാൻ ആൻഡ് അഷ്റഫ്. സോ വെൽക്കം ടു ദി ഷോ. താങ്ക് യു. നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, മൈസെൽഫ് അഷ്റഫ്, കറൻ്റ്ലി ഓവർസീസ് എഡ്യൂക്കേഷൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. ആൻഡ് ഞാനൊരു ടീച്ചറായിട്ട് ഒരു 4 ഇയേഴ്സോളം ടീച്ചറായിട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറായിട്ടുണ്ടായിരുന്നു. ആൻഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്തിട്ടുള്ളത് ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി എന്നാണ്. ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. ഹായ് ഓൾ, മൈസെൽഫ് ജിഷാൻ. ഞാൻ ഇപ്പോൾ കറൻ്റ്ലി മാറ്റ് ഗ്ലോബലിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ പഠിച്ചതൊക്കെ ബാംഗ്ലൂരാണ്. ആൻഡ് ഫ്രം 2019 ഓൺവേർഡ്സ് മാറ്റ് ഗ്ലോബലുമായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കുറച്ച് മുന്നേ ആയിട്ട് ഒരു പ്രമുഖ പോഡ്കാസ്റ്റിൽ കേട്ടൊരു കാര്യമാണ്, അതായത് നമ്മളിങ്ങനെ സ്റ്റഡി എബ്രോഡ് പോവുക അല്ലെങ്കിൽ സ്റ്റഡി എബ്രോഡ് പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് കുറേ സർട്ടിഫിക്കേഷൻസ് ഓൺലൈനായിട്ട് തന്നെ കിട്ടുന്നുണ്ട്, നമ്മൾ എന്തിനാണ് സ്റ്റഡി എബ്രോഡ് പോകുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് പഠിച്ചാൽ പോരെ എന്നുള്ളൊരു സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് യൂണി ടോക്സ് പോഡ്കാസ്റ്റിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യ വേഴ്സസ് എബ്രോഡ്. അതായത് ഇന്ത്യയിൽ പഠിക്കുന്നതാണോ അല്ല എബ്രോഡ് പോകണോ, ഏതാണ് ബെറ്റർ എന്നുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ പറഞ്ഞ ആ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ ആ ഒരു കാര്യം തന്നെ ചോദിക്കാം, എന്താണ് അഭിപ്രായം അശോക്? ഓക്കെ, ആക്ച്വലി ഇതിലൊരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൽ ഫാക്ച്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. ആക്ച്വലി ഇന്ത്യ ഇപ്പോൾ വേൾഡിലെ ബാക്കിയുള്ള കൺട്രീസിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യ നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. എഡ്യൂക്കേഷനൊക്കെ എസ്പെഷ്യലി ഹയർ എഡ്യൂക്കേഷനിൽ ഇന്ത്യ നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. ബട്ട് എന്നിട്ട് എന്തുകൊണ്ട് കൂടുതൽ ആളുകൾ അബ്രോഡ് സ്റ്റഡീസ് ചൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനെ കുറച്ച് മെയിനായിട്ടുള്ള റീസൺസ്, മെയിൻലി ഇന്ത്യയിൽ ഗ്രാജുവേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ട് വരുന്ന സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് റേഷ്യോ അതല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് യൂണിവേഴ്സിറ്റി റേഷ്യോ എന്ന് പറയുന്നത് വലിയൊരു ഗ്യാപ്പ് അതിൻ്റെ ഇടയിലുണ്ട്. നമ്മൾ 12th കഴിഞ്ഞിരുന്ന സ്റ്റുഡൻസിന് ഡെഫിനറ്റ്ലി എസ്പെഷ്യലി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ നെറ്റ് എക്സാം ആൻഡ് JEE എക്സാം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് 24 lakh സ്റ്റുഡൻസ് ആണ് നീറ്റിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്തിട്ടുള്ളത്. GEൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അറൗണ്ട് ഒരു 15 lakh സ്റ്റുഡൻസ്. അതിൻ്റെ ഒരു 20% സ്റ്റുഡൻസിനെ മാത്രം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിൻ്റെ സ്ട്രെങ്ത്താണ് ഇന്ത്യയിലുള്ളത്. അതാണ് മെയിനായിട്ടുള്ളൊരു റീസൺ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നൊരു വേ ഉണ്ട്. ആക്ച്വലി ഇതൊരു പുറത്ത് പോയി ജസ്റ്റ് ഒരു പഠിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഓവർസീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്, ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിനെ നമ്മളെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഇത് നമ്മൾ അബ്രോഡ് പോയി പഠിക്കണോ അതല്ല ഇന്ത്യയിൽ തന്നെ പഠിച്ചാൽ പോരെ എന്നുള്ള ഡിസ്കഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റുഡൻസിനൊക്കെ സീറ്റ് ഇല്ല എന്നുള്ളൊരു കാര്യം. അത് ആ ഒരു കേസ് പറയുന്ന സമയത്തും ഇപ്പോൾ കുറേ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേരളത്തിലെ കുറേ സ്കൂൾസ് കോളേജസൊക്കെ കാലിയാണ്, ഐ മീൻ സീറ്റ്സൊക്കെ കാലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കേരളത്തിൽ എസ്പെഷ്യലി നമ്മൾ ഈ നോർത്തേൺ കേരളത്തിൽ നമ്മൾ പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ മലബാറിലൊക്കെ ഈ അടുത്തായിട്ട് ഉണ്ടായി വന്നൊരു ഓറിയൻറ്റേഷൻ്റെ ഒരു ഭാഗം കൂടെയാണ്. കാര്യം ഒരുപാട് ആളുകൾ പുറത്തു പോയി പഠിക്കാൻ ആ ഒരു ഓറിയൻറ്റേഷൻ സൊസൈറ്റിയിൽ സ്പ്രെഡ് ആവുകയും ആളുകൾ അതിന് വില്ലിങ് ആവുകയും മോസ്റ്റ്ലി പാരൻസ് മക്കളുടെ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു സിനാരിയോ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ കുറഞ്ഞ ഫീസിൽ ഇതിൻ്റെ ഒരു റൂട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ കേരളത്തിലൊരു സിനാരിയോ എടുക്കുക, ഇവിടെ ഒരു വെൽ നോൺ ആയിട്ടുള്ളൊരു എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ മെഡിക്കൽ അതല്ലെങ്കിൽ സ്റ്റെം പ്രോഗ്രാം ഏതോ ആവട്ടെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മലബാറിലെ ഒരു പ്രമുഖ കോളേജാണ് ഫറൂഖ് കോളേജ്. അവിടെ സ്റ്റുഡൻസിന് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് 1200 ഔട്ട് ഓഫ് 1200 ഫുൾ സ്കോർ ചെയ്ത കുട്ടികളാണ് ആക്ച്വലി അവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 99%, 98% മാർക്കുള്ള കുട്ടികൾക്ക് പോലും അഡ്മിഷൻ കിട്ടാത്തൊരു സിനാരിയോ കോളേജുകളിലുണ്ട് ആക്ച്വലി.
അപ്പോൾ ഈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അതിന് വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് ഒരു സിനാരിയോ ആണ്. ബട്ട് ഈ കോളേജുകളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് എത്രത്തോളം ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ഓക്കെ, കുറച്ച് കാലമായിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഫസ്റ്റ് പറഞ്ഞ പോയിന്റിൽ തന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ അപ്പോൾ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൾ ഇപ്പോൾ നമ്മളെല്ലാവരും പഠിക്കുന്ന ആളുകളാണ്, നമ്മൾ പഠിച്ച പല തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകളാണ്. നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ കയ്യിൽ കിട്ടുക എന്നുള്ളൊരു പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഐ പ്രിഫർ ഇന്ത്യയിൽ നിന്നിട്ട് തന്നെ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഇപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ ഓൺലൈനായിട്ട് പഠിച്ചെടുത്താൽ മതി. ദാറ്റ്സ് ഇനഫ് ഫോർ എ തിയററ്റിക്കൽ പർപ്പസ്. ദാറ്റ്സ് ഇനഫ്. അത് എല്ലാവർക്കും അത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു സബ്ജക്റ്റാണ് ആക്ച്വലി. ഓൺലൈൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈനായിട്ടിരുന്ന് പഠിക്കുക, നമ്മൾ വിർച്വലി അത് പഠിക്കുക എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ സബ്ജക്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു. പക്ഷേ ഒരു സർട്ടിഫിക്കറ്റാണ് അവർ ഉദ്ദേശിക്കുന്ന പർപ്പസ് എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമ്മൾ ആരോടും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതും ഡു ഇറ്റ് ഫ്രം യുവർ ഹോം. കാരണം ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, ഇന്ന് ഒരുപാട് പ്ലാറ്റ്ഫോംസ് അതിന് അവൈലബിൾ ആണ്. സ്റ്റഡിയിങ് അബ്രോഡ് എന്നുള്ളത് കൊണ്ട് അത് മാത്രം ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ പ്രിഫർ ദം ടു ഡു ഇറ്റ് ഫ്രം ഹോം. അത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഏറ്റവും നല്ലത്. രണ്ടാമത്തത് അപ്പോൾ എന്താണ് പിന്നെ സ്റ്റഡിയിങ് അബ്രോഡിൽ സർട്ടിഫിക്കറ്റ് അല്ലാതെ എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇപ്പോൾ ഞാൻ ആക്ച്വലി ആഫ്റ്റർ 12th ബാംഗ്ലൂർ പോയി പഠിച്ചിട്ടുള്ള ഒരാളാണ്. അത് ഇറ്റ്സ് നോട്ട് ടു ഫാർ ബട്ട് ഇറ്റ്സ് ഫാർ. ആൻഡ് കൾച്ചർ ഓഫ് കർണാടക ആൻഡ് കേരള ഭയങ്കര ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ആർ ഡിഫറൻസസ്. ബട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ റെഡിയല്ല. പക്ഷേ ലാംഗ്വേജ് ഡിഫറൻസസ് ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ക്ലൈമറ്റ്, വെതർ, ഇതിലൊക്കെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതൊരു വേറെ തന്നെ ഇപ്പോൾ അഷ്റഫ് സാർ സ്റ്റേറ്റ് ചെയ്ത പോലെ തന്നെ ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. നമ്മളതിൽ ഒരുപാട് ഘടകങ്ങൾ അതിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. അതാണ് സ്റ്റഡിയിങ് അബ്രോഡ്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് ആണ് അവൻ്റെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അതെ, ഇത് നമ്മൾ ചോദിക്കുന്ന പോലെ നിനക്ക് ഡോക്ടറേറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ദിസ് വേ. അതാണ് അവരുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ. അല്ല, ഈ പറഞ്ഞ പോലെ നമ്മൾ അതർ കാര്യങ്ങളും കൂടെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതൊരു മീൻസ് ഒരു കമ്പൈൻഡ് ആയിട്ട് ഒരുപാട് എലമെൻറ്റ്സ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ അഷ്റഫ് സാർ പറഞ്ഞ പോലെ തന്നെ ആ ഹോളിസ്റ്റിക് അപ്രോച്ചിൻ്റെ ഓരോ പാർട്ടുകളും നമുക്ക് മനസ്സിലാവുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ക്ലാരിറ്റി വരുന്നുണ്ടാവും. പിന്നെ സെക്കൻഡ് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ന്യൂസസ്, ഈവൻ ദോ ഞാൻ ചില ന്യൂസസ് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു ദർ ആർ ഒരുപാട് സീറ്റ്സ് വാക്കൻ്റ് ആണെന്ന് പറഞ്ഞത്. ഒന്ന് ഇത് തന്നെയാണ്, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ റിയലി ഡസ് മാറ്റർ. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, നമ്മൾ പഠിച്ചതും നമ്മളിന്ന് വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള സമയത്ത് നമ്മൾ ആ പഠിച്ചതിൽ എന്തൊക്കെയാണ് ഇന്ന് ഉപയോഗിക്കുന്നതെന്നാണ്. അതൊരു മാറ്ററാണ്. ഇപ്പോൾ പണ്ടത്തെ മീൻസ് എല്ലാവർക്കും ഭയങ്കര നോളേജ് ഗെയിൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇപ്പം ഉണ്ട്. ഇപ്പോൾ ഒരു ഡിഗ്രി ഇല്ലാത്ത ആളുകളും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, അപ്പം ഇന്ന് നമ്മൾ പറയുന്ന PG UG ഡിപ്ലോമാസ് ക്വാളിഫിക്കേഷൻ അല്ലാത്ത ആളുകൾ പോലും വളരെ സ്കിൽഡ് ആയിട്ടുള്ള ജോബുകൾ ഇന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റി ഇന്നുണ്ട് ഒന്ന്. അതുപോലെ തന്നെ റിസർച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നോക്കാം US ഇന്നിപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സ്വന്തം അനിയന്മാരും മറ്റും ഇത് പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്താണ് ലോകത്തിൽ നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ അവരും ഇതിനു കൂടെ തന്നെ ഓടാനാണ് അവർ താല്പര്യപ്പെടുന്നത്. അല്ലാതെ ഒരു 2000 അല്ലെങ്കിൽ 90s ഒരു സിലബസിലുള്ള, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ BCA ബാംഗ്ലൂരിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ പഠിച്ചിട്ടുള്ള ആളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പഠിച്ചിട്ടുള്ള ഇപ്പോൾ ഇവിടെ ലാംഗ്വേജസ് BCAയിൽ തന്നെ അവർ പഠിക്കുന്ന ലാംഗ്വേജസ് ഉണ്ട്, ബേസ് കോഡിങ് ലാംഗ്വേജ്. അതും നമ്മളവിടെ പഠിക്കുന്നത് തമ്മിൽ എൻ്റയർലി മൈന്യൂട്ട് ഡിഫറൻസസ് ഉണ്ട്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസിലല്ല അന്ന് റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈവൻ ദോ നമുക്ക് പൈത്തൺ എന്നൊക്കെ പറയുന്നത് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജ് ആയിട്ടാണ് എനിക്കന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ് നമുക്കതിനെക്കുറിച്ചുള്ള ബേസിക്സ് ആണ് C അല്ലെങ്കിൽ C++ എന്ന് പറയുന്ന ലാംഗ്വേജ്, അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഈ ഒരു പ്രാക്ടീസ് ഉണ്ടല്ലോ നമുക്ക്. ഇപ്പോൾ നമ്മളത് കഴിഞ്ഞു, പഠനം കഴിഞ്ഞു, നാളെ നമ്മളൊരു ഓഫീസിൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ കോഡിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ അത്ര അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസസുകൾ നമ്മുടെ ചുറ്റുമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ഇങ്ങനത്തെ ന്യൂസസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കാദ്യം ഫീൽ ചെയ്തത് ഇതാണ്. മേ ബി ഇതായിരിക്കാം സ്റ്റുഡൻസ് എല്ലാം പിന്നെ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആവണം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത് ഞാൻ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്.
ഞാൻ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയി മാറുന്നത് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് പറ്റട്ടെ എന്നുള്ളത് നമുക്ക് അത് ഇതെല്ലാം കാരണങ്ങളും തന്നെയാണ്. ഇപ്പം നമ്മൾ വായിച്ചിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസിലൊക്കെ അവർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ പോയിന്റ്സാണ് നമുക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ മുന്നേ പഠിച്ചൊരു കോളേജ് ഉണ്ടായിരുന്നു. ആ കോളേജിൽ ഇപ്പോൾ ഒരു ഓട്ടോണോമസ് പദവി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്ക് അലൂമിനി മീറ്റ് കാര്യങ്ങളുണ്ടായി, വെർച്വലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് സംസാരിച്ചു. അതായത് ഞാൻ പറഞ്ഞ മെയിൻ കാര്യങ്ങളായിരുന്നു, അതായത് ക്വാളിറ്റി. ഞാൻ അവിടെ പഠിച്ചിട്ടുള്ള പല സബ്ജക്റ്റും, ഞാൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ല ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എങ്കിൽ പോലും അതിൽ വന്ന സ്റ്റുഡൻസ് പലരും പറഞ്ഞ കാര്യമാണ്, അവർക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ അതായത് അവരിപ്പോൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അവർക്ക് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവരവിടെ പഠിക്കുന്നില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, അതും തൊടാതെ പോവുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ആ ഒരു സിലബസ് അതെങ്ങനെയാണ് ഈ ഒരു എബ്രോഡ് എഡ്യൂക്കേഷൻ്റെ കേസിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഡിഫറൻറ്റ്? ഇപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, നമ്മളൊരു പേർപ്പസ് ഡിഫൈൻ ചെയ്യുന്നിടത്ത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് നമ്മൾ എന്തിനാണ് നമ്മൾ എഡ്യൂക്കേഷൻ ഗെയിൻ ചെയ്യുന്നത് എന്നുള്ളൊരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളത്. പല ആളുകൾ നമ്മളൊരു സിനിമയിലൊക്കെ താൻ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളതിൽ ഒരു കോമഡി ഡയലോഗ് പറയാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പേർപ്പസ് ഓഫ് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും, എസ്പെഷ്യലി ഒരാളുടെ ലൈഫിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം ആളൊരു ഗ്രാജുവേറ്റ് ആകുമ്പോഴത്തേക്ക് ആളുടെ ലൈഫിൽ അതുവരെയുള്ള സമയത്തിൽ മേജർ ഷെയർ ആൾ സ്പെൻഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. സ്കിൽ എൻഹാൻസ്മെൻറ്റ് ആൻഡ് എംപ്ലോയബിലിറ്റി, ഈ രണ്ട് കാര്യം ഇറ്റ്സ് റിയലി മാറ്റേഴ്സ്. നമ്മൾ ഒരു കോഴ്സ് നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് നമ്മളെ സ്കിൽ അതിൽ എൻഹാൻസ് ആവുന്നുണ്ടോ, ആ പർട്ടിക്കുലർ കോഴ്സ് നമ്മൾ പഠിച്ച് എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ എത്രത്തോളം എംപ്ലോയബിൾ ആകും, നമ്മൾ എംപ്ലോയബിലിറ്റി ഇതാണ് ആക്ച്വലി ഒരു എംപ്ലോയർ നമ്മളെ ഹയർ ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ടൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു മാറ്ററാണ്. നമ്മളിത് കേപ്പബിൾ ആണോ, ഈ പർട്ടിക്കുലർ കാര്യം നമ്മൾ ചെയ്യാൻ കേപ്പബിൾ ആണോ എന്നുള്ളത്. ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും ഈ ഒരു ഓവർസീസ് എഡ്യൂക്കേഷൻ, എസ്പെഷ്യലി കൺട്രീസ് ലൈക്ക് UK, USA, കാനഡ, ഇത്തരത്തിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒന്നുകൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുന്ന കൺട്രീസാണ്. അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു എംപ്ലോയബിലിറ്റിയിലാണ്. അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് കോഴ്സിന്. അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു രണ്ട് മാറ്റർ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ. പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞു, നെറ്റ് ക്ലിയർ ചെയ്തു, സെറ്റ് ക്ലിയർ ചെയ്തു. ഒബ്വിയസ് ആയിട്ടും ഒരു കോളേജിലൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട്. ബട്ട് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഇതും എംപ്ലോയബിലിറ്റി ആയിട്ട് ഡയറക്റ്റ്ലി കണക്ട് ആവുന്ന ഒരു കാര്യം, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യം. പിന്നെ മെയിനായിട്ട് യങ്ങർ ജനറേഷൻ എപ്പോഴും ഇൻഡെക്സുകളിൽ നോക്കുന്ന ആളുകൾ, ഹാപ്പിനെസ് ഇൻഡെക്സ് ആവട്ടെ, അതല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി ഇൻഡെക്സ് ആവട്ടെ, ഹങ്കർ ഇൻഡെക്സ് ആവട്ടെ, ഇതൊക്കെ ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൺട്രിയുടെ കറണ്ട് പൊസിഷൻ എവിടെ കിടക്കുന്നു എന്നുള്ളതും ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ആളുകളെ അബ്രോഡ് ചൂസ് ചെയ്യാനൊരു മെയിനായിട്ടുള്ള റീസൺ അതിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൺസ് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ കിട്ടുന്ന പാക്കേജ്, അതും ഒരു വലിയ മാറ്ററാണ്. സ്റ്റിൽ ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ ആളുകൾ 12,000 അല്ലെങ്കിൽ ബിലോ 15,000 വർക്ക് ചെയ്യുന്ന സിനാരിയോ നമ്മൾ കാണുന്നുണ്ട്. അബ്രോഡ് ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു ഡേയിലെ പേ ഔട്ടാണ് അത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടും കൂടെയാണ് ആളുകൾ ഓവർസീസ് ഡെസ്റ്റിനേഷൻസ് കൂടുതൽ ചൂസ്. ഒരു കാര്യം മാത്രമാണ് അത്, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് വരാം. ഇതിൽ അഷ്റഫ് പറഞ്ഞത് തന്നെ ഒരു സ്പെസിഫിക് പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ UK അല്ലെങ്കിൽ US, അയർലാൻഡ്, അപ്പോൾ ഇങ്ങനത്തെ കൺട്രീസ്, ഇപ്പോൾ നമ്മൾ അക്ഷയ് നേരത്തെ സൂചിപ്പിച്ച ഒരു പോയിന്റിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. നമ്മൾ ഇവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സീറ്റ്സ് വാക്കൻ്റ് ആണെന്നുള്ളത്. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇത് ഏത് തരം ഡിഗ്രികൾക്കാണ് സീറ്റ്സ് വാക്കൻ്റ് ആവുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മളൊന്ന് ക്ലോസ്ലി മോണിറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ പെർട്ടിക്കുലർ ഡിഗ്രി കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ അയാളെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷന് ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മളെ എംപ്ലോയബിലിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ യൂത്തിൻ്റെ എംപ്ലോയബിലിറ്റി റേറ്റിൻ്റെ ഔട്ട്പുട്ടൊക്കെ ഇപ്പോഴത്തുള്ള ദിവസങ്ങളിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് റിമെമ്പർ ദ എക്സാക്ട് റേറ്റ്, ബട്ട് അപ്പോൾ അതിലും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ താഴേക്കാണ് പോകുന്നത്. ഇന്ത്യയിൽ യൂത്ത് അല്ലെങ്കിൽ യുവജനം സത്യം പറഞ്ഞാൽ ജോലി ഇല്ലാതെയാണ് ഇവിടെ ഉള്ളത്. അവരെല്ലാവരും ക്വാളിഫൈഡ് ആണ്, എന്തെങ്കിലും ഒരു ഡിഗ്രീസ് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ഡിഗ്രികൾ അത് നമുക്ക് എംപ്ലോയബിൾ ആവാനുള്ള സ്പേസ് ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ പറയുമ്പോൾ ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എനിക്കില്ല. പക്ഷേ ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും എഡ്യൂക്കേഷൻ സിസ്റ്റവും ആ പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയെ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകൾ ഇവിടെ ഡിസൈൻഡ് ആക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഒരു ഭാഗത്ത് നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഒരു മിസ്അലൈൻമെൻറ്റ്. ഇപ്പോൾ ഇത്
റെക്ടിഫൈ ചെയ്യാനേ പറ്റാത്തൊരു പ്രശ്നമാണ് എന്നുള്ള എനിക്ക് ഒരിക്കലും തോന്നിയില്ല. കാരണം ഒരുപാട് കൺട്രികൾ ഇത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റഡി അബ്രോഡിൽ തന്നെ കാണുന്നൊരു ട്രെൻഡാണ് കാനഡയിൽ പോവുക, അവിടെ സെറ്റിൽ ആവുക എന്ന് പറയുന്നത്. അപ്പോൾ കാനഡയിൽ പോകുന്ന കുട്ടികൾ പഠിക്കുന്ന പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമുകളെല്ലാം അവരവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെസിഫൈഡ് ഡിസൈൻഡാണ്. അഥവാ അവിടെ ആ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ആ കൺട്രിയിൽ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രി ബൂമിംഗ് ആണ്. അപ്പോൾ അവിടെ അവർക്ക് കൂടുതൽ മാൻ പവർ വേണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസാണ് അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിപ്പിക്കുന്നത്. ഓഫ് കോഴ്സ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ റിക്രൂട്ട് ചെയ്യുന്ന ആരുണ്ട്? അവിടെ കമ്പനീസ് ഉണ്ട്. കാരണം അവർക്ക് അവിടെ മാൻ പവർ ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വർക്ക് ആവുന്നത് എന്നുള്ളത് നമ്മൾ ശരിക്കും ക്ലിയർ ആയിട്ട് തന്നെ നോക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു പിന്നെ നമ്മുടെ തന്നെ അപ്ഗ്രേഡ് ചെയ്യപ്പെടണം എന്നുള്ളൊരു കാര്യമുണ്ട് സിസ്റ്റം. ഇപ്പോൾ ഞാൻ ഇന്നിവിടെ ഏറ്റവും കൂടുതൽ നല്ല ഇൻഡസ്ട്രി ഓയിൽ ഇൻഡസ്ട്രി ആണെന്ന് വിചാരിച്ച് നമ്മൾ 10 വർഷം കഴിഞ്ഞാലും ഇതേ സിലബസും ഇതേ പ്രോഗ്രാമും തന്നെ നമ്മൾ റൺ ചെയ്യാൻ പാടില്ല. കാരണം ആ ഇൻഡസ്ട്രിക്ക് ഒരു ടൈമുണ്ട്. അപ്പോൾ അത് റിനോവേറ്റ് ചെയ്യപ്പെടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് മാറ്റാനും പറ്റണം. ഈ ഒരു ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്ത് പ്രോപ്പർലി സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കിയിട്ട് നമ്മൾ പോളിസീസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവുന്ന പ്രശ്നങ്ങൾ ഇതിലുള്ളായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ 1 ലക്ഷത്തിന് മുകളിൽ സ്റ്റുഡൻസ് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് കഴിഞ്ഞ വർഷം അല്ലേ? അപ്പോൾ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പുറത്ത് പോയി പഠിക്കുക എന്ന് പറയുമ്പോൾ കുറേ അൺസർട്ടൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ആൾക്കാർ ഇങ്ങനെ പൊക്കോണ്ടേ നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും വേറൊരു ഫാക്ടർ എന്നുള്ളത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അല്ലാതെ? ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം ലൈഫ് സ്റ്റൈലാണ്. ആക്ച്വലി ഇന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ആളുകൾ എപ്പോഴും ഒരു ക്വാളിറ്റി ലൈഫ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കുന്നു, നമുക്ക് നല്ലൊരു ജോലി കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അതിലൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ട്. അത് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നിടത്ത് എന്തൊക്കെയോ റീസൺസ് ഉണ്ട്. അത് പൊളിറ്റിക്കൽ റീസൺസ് ആവാം, സോഷ്യൽ റീസൺസ് ആവാം, ഇക്കണോമിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ആവാം. നമ്മളെ കൺട്രി അത് പ്രൊവൈഡ് ചെയ്യുന്നിടത്ത് പലപ്പോഴും ലാക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു ട്രെൻഡായി മാറാനുള്ള മെയിൻ റീസൺ അതാണ്. ആളുകൾ എപ്പോഴും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഏതൊരു മനുഷ്യനും ഉള്ള ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ തൻ്റെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ നീഡ് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സൈക്കോളജിക്കൽ റീസൺ നമുക്ക് ആ രീതിയിൽ പറയാം. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു വലിയൊരു പോയിൻ്റാണ് ആക്ച്വലി. അത് ഇപ്പോൾ ആളുകൾ മനസ്സിലാക്കും. നമ്മൾ മലയാളത്തിലൊരു ചൊല്ല് നമ്മൾ പറയാറുണ്ട്, ഡോൺ ബി എ പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറയാറുണ്ട്. അതൊരു വലിയ തിയറിയാണ് ആക്ച്വലി. ഈ പൊട്ടക്കിണറ്റിലെ തവളയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ തവള എപ്പോഴും വിചാരിക്കുന്നത് ഈ പൊട്ടക്കിണറാണ് ലോകമെന്നും. ഈ പൊട്ടക്കിണറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. അതിന് പ്രോപ്പറായിട്ട് അത് ആരും ക്ലീൻ ചെയ്യുക മെയിൻറ്റെയിൻ ചെയ്യുകയൊന്നും ചെയ്യില്ല. അപ്പോൾ തവള വിചാരിക്കുന്നത് ഇതാണ് ലോകം, ഞാനാണ് ഇവിടുത്തെ രാജാവ്. ഇതൊരു ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ കൂടെയാണ്. സത്യത്തിൽ നമ്മളെ മുമ്പുള്ളൊരു ജനറേഷൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെയാണെന്ന് പറയല്ല, ബട്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഈ തവള ഏതെങ്കിലും ഒരു കാലത്ത് പുറത്തേക്ക് എത്തുമ്പോഴാണ് തവള മനസ്സിലാക്കുന്നത് ഇതിന് പുറത്ത് വിശാലമായിട്ടുള്ളൊരു ലോകം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു എക്സ്പോഷർ നേടിയെടുക്കാനുള്ളൊരു ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം, അതിലൊരുപാട് സിനിമകൾ ഒരു കാരണമായിരിക്കാം. നമ്മുടെ സോഷ്യൽ മീഡിയ ഡെഫിനറ്റായിട്ടും അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഫാക്ടേഴ്സ് ക്ലബ് ചെയ്ത് വരുമ്പോഴാണ് ആക്ച്വലി ഇതൊരു ട്രെൻഡായി മാറുകയും ആ ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയൊരു വർധനവുണ്ടായിട്ടുണ്ട്. അതിന് മെയിനായിട്ടുള്ള റീസൺ, മുമ്പ് ഇത് ചെറിയൊരു വിഭാഗത്തിന് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നു ഈ ഓവർസീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി അതിൻ്റെ ഫീ സ്ട്രക്ചറും അതുപോലെ തന്നെ അതർ എക്സ്പെൻസസ് ഒക്കെ ഒരു ക്രീമി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലെയറിന് മുകളിലുള്ള ആളുകൾ മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റിയിരുന്നിടത്തുനിന്ന് ഇന്ന് ഇതിന് ഫണ്ട് ചെയ്യാനും അതല്ലെങ്കിൽ ഇതിന് സ്കോളർഷിപ്പുകളായിട്ടും ഗ്രാൻഡുകളായിട്ടും എഡ്യൂക്കേഷൻ ലോണുകളായിട്ടൊക്കെ ഫണ്ട് ചെയ്യാനുള്ള ഒരുപാട് ഏജൻസീസും ഒരുപാട് സിസ്റ്റവും ഡെവലപ്പ് ചെയ്ത് വന്നു എന്നുള്ളതും ഇത് എല്ലാവർക്കും അഫോർഡബിൾ ആണ്, എനിക്കും ഇത് പോസിബിൾ ആണ് എന്നുള്ളത് ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾക്ക് പോലും അത് അഫോർഡബിൾ ആയി തുടങ്ങിയിടത്തും കൂടെയാണ് ഇത്രയധികം ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഈ ഓവർസീസ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി തുടങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന സമയത്തും ഇപ്പോൾ അവർ സാധാരണ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, അതായത് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുന്നേ ഒരു പ്രൊമോഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓവർസീസ് എഡ്യൂക്കേഷൻ ഭയങ്കര ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളിനി പോയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ട്രെൻഡ് മാത്രമാണോ ഈ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അബ്രോഡ് സ്റ്റഡി എന്നുള്ളത്? അല്ല, ഇതിൽ ഇപ്പോൾ നമ്മൾ കേരള ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി നമ്മൾ പണ്ടുള്ള കാലം മുതൽ ഇപ്പോൾ നമ്മളെ ഗ്രാൻഡ് ഫാദേഴ്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്താൽ കാണുന്നൊരു കാര്യമാണ്, നമുക്ക് മൈഗ്രേറ്റ് ചെയ്യുക, നമ്മുടെ നീഡുകൾക്ക് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്
കേരളൈറ്റ്സിനെ സംബന്ധിച്ചൊരു പുതിയ കാര്യമല്ല. നമുക്കൊരു അതെ നമ്മൾ നീഡ് ഉണ്ട്. അതെ അതെ നമ്മളെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു ഭാഗമാണത്. അത് നമുക്ക് എന്തെങ്കിലും നമുക്കൊരു പേർപ്പസ് ഉണ്ട് അല്ലെങ്കിൽ നീഡ് ഉണ്ട്, നമ്മളത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മളത് ഇപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഏർണിങ്സ് ഉണ്ടാക്കാമെന്നുള്ള ആ ന്യൂസ് കിട്ടുന്ന സമയം മുതൽ അങ്ങനൊരു ആശയം നമ്മുടെ കേരളത്തിൽ എത്തുന്ന സമയം മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാൻ റെഡി ആവുന്നുണ്ട്. അന്ന് നമുക്ക് എഡ്യൂക്കേഷൻ എന്നുള്ളതിന് ഉപരി നമുക്ക് ആദ്യം ഏർണിങ്സ് ആണ് വേണ്ടിയിരുന്നത്. നമുക്ക് ജീവിക്കണം, അതിന് വരുമാനം വേണം, അത് ചിലവാക്കാൻ നമുക്ക് കാശ് കിട്ടണം എന്നുള്ള നീഡായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചുറ്റിരിക്കുന്ന ആളുകളെ തന്നെ നമ്മളെ ഗ്രാൻഡ് ഫാദേഴ്സോ അല്ലെങ്കിൽ ഫാദേഴ്സോ എടുത്ത് നോക്കിയാൽ തന്നെ അവരൊക്കെ പുറത്തായിരുന്നു. അവർ ജോലി ഏൺ ചെയ്തിട്ടിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു നീഡിന് പുറത്തു പോകുക എന്ന് പറയുന്നത് അന്നും ഇന്നും ഒരു പ്രശ്നമുള്ള കാര്യമായിരുന്നില്ല, അല്ലെങ്കിൽ അതൊരു പുത്തൻ ആശയമായിട്ട് നമുക്ക് അന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നീഡ് മീൻസ് ഓരോ സമയത്തും നീഡുകൾ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് ഒരു പെർട്ടിക്കുലർ ലെവലെങ്കിലും. അപ്പോൾ അതിനനുസരിച്ച് നീഡ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ മെയിൻ നീഡുകളിൽ ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ യുവസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൊച്ചനിയന്മാരുടെയൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നല്ലൊരു വിദ്യാഭ്യാസം. അത് നല്ലൊരു വിദ്യാഭ്യാസം എന്നുള്ളതിൽ എല്ലാ അഭ്യാസങ്ങളും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു ക്ലാസ്സിൽ പോയിട്ട് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് അതിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടണമെന്നവർ താല്പര്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ ആൾ UK നിന്ന് ഡിഗ്രി ഡ്രോപ്പ് ചെയ്ത് വന്നതാണ്. ഡ്രോപ്പ് ഇൻ ദ സെൻസ് ആൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആളിന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ഇന്ന് നമ്മുടെ നാട്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഇത്രയും കാശൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ക്യൂരിയസ് ആയിട്ട് നിൽക്കുമല്ലോ, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് ഇതിൻ്റെ ബിഹൈൻഡ് ദ സ്ക്രീൻ. നമ്മൾ 10, 15 അല്ലെങ്കിൽ 20 ലാക്ക് അന്ത സമയം മീൻസ് നമ്മൾ കുറേ പിന്നിലേക്ക് പോകണം. അപ്പോൾ ഞാനൊക്കെ നമ്മൾ 2017 മുതലാണ് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ക്യൂരിയസ് ആയിട്ട് അന്വേഷിച്ച് തുടങ്ങുന്നത്. ആ സമയത്ത് ആൾ പുറത്തു പോയതാണ്. അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് എന്ത് കാരണം കൊണ്ടാണ് നീ നിർത്തിയെന്ന് ചോദിച്ചു. ഒന്നാമൻ പറഞ്ഞത്, എനിക്ക് എൻ്റെ നെറ്റ്വർക്കിങ്സ് അല്ലെങ്കിൽ അവൻ ഏൺ ചെയ്യാനും നെറ്റ്വർക്ക് ചെയ്യാനും തുടങ്ങിയ സമയത്ത് അവൻ ആ ഡിഗ്രിയിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അവനതിൽ ഇപ്പോൾ സ്റ്റിൽ റിഗ്രറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലാസ്സസിൽ പോവാതിരിക്കുക ഇങ്ങനത്തെ കാര്യം. പക്ഷെ അവൻ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, പക്ഷെ എനിക്ക് ഭയങ്കര വേറെ കുറേ ഏർണിങ്സ് എൻ്റെ കയ്യിലുണ്ട്. അവനിന്ന് ഇപ്പോൾ നമ്മൾ ദുബായി പോവുകയാണെങ്കിൽ നമ്മൾ ഒമാനിൽ പോവുകയാണ്. അപ്പോൾ അവനിപ്പോൾ ലാസ്റ്റ് ഫ്രാൻസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ അവനോട് ഞങ്ങൾ ക്യൂരിയസ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, അവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഇവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഈ ഫ്രണ്ട് US ആളാണ്, അല്ലെങ്കിൽ ഈ ആളാണ് ഇതിപ്പോൾ നമുക്ക് സാധനങ്ങൾ മീൻസ് അവരൊരു ഇമ്പോർട്ട് എക്സ്പോർട്ട് മീൻസ് ഒരു പെയിൻറ്റിൻ്റെ ഓർഗനൈസേഷൻ. അപ്പോൾ അവർക്ക് പെയിൻറ്റ്സും ഈ മെറ്റീരിയൽസ് അവർ കൊണ്ടുവരുന്നത് അവൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ്. ആളൊരു US ബേസ്ഡ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ചേഞ്ച്, ഇതെല്ലാം ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നെറ്റ്വർക്കിംഗ് ഈസ് റിയലി ഡസ് മാറ്റർ. ഇപ്പോൾ നമ്മൾ ഒരു 10 വർഷം കഴിഞ്ഞു, നമ്മളിന്ന് പഠിച്ച യൂണിവേഴ്സിറ്റി നാളെ ഇല്ല, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് ഇല്ല എന്ന് വിചാരിക്കാം. വാട്ട് ഡിഡ് യു ഏൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാവ് എ സ്ട്രോങ് നെറ്റ്വർക്ക്. അത് വലിയൊരു കിട്ടലാണ്. അല്ലെങ്കിൽ അവൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് എന്നോട് പറയുന്നതാണ്, ഞാനിപ്പോൾ അവിടെ പോയിട്ട് ഡിഗ്രി എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ അപ്പുറത്തേക്ക് ആളുകൾക്ക് അറിയാം ഞാൻ എന്തൊക്കെ അവിടെ നിന്ന് ഏൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതാണ് അവൻ ഇന്നിവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അത് റീഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആൾമോസ്റ്റ് ഒരു 30-35ഓളം എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യുന്നൊരു ഓർഗനൈസേഷനാണ് ഈസ് റണ്ണിങ് സ്മൂത്ത്ലി ആൻഡ് ഗ്രോയിങ് സ്പോണ്ടേനിയസ്ലി. അപ്പോൾ ലാസ്റ്റ് 1-2 years ആയിട്ട് അവൻ സ്പോണ്ടേനിയസ് ആയിട്ടാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അവിടെ നിന്ന് അയാൾക്ക് കിട്ടിയ തിയററ്റിക്കൽ നോളേജിൻ്റെ കൂടെ തന്നെ കിട്ടിയ ബാക്കി കാര്യങ്ങളാണ്. അപ്പോൾ ഈവൻ ദോ ഹി ഡോണ്ട് ഹാവ് എ സർട്ടിഫിക്കറ്റ് ബട്ട് ഹി നോ സോ മെനി തിങ്സ്. അപ്പോൾ ഇങ്ങനൊരു ഏർണിങ്സ് അവിടെ നിന്ന് ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം തന്നെ ഇടയ്ക്ക് ഞാൻ ചിന്തിച്ച് നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ 2017 അല്ലെങ്കിൽ 16-17 കാലഘട്ടത്തിൽ നമ്മൾ പുറത്ത് പോയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അന്ന് വിദേശത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് സ്റ്റേബിൾ ആവാത്തതുകൊണ്ട് നമ്മളതൊന്നും ഓപ്റ്റ് ചെയ്തില്ല. പക്ഷേ അന്ന് ഞാൻ പിന്നെ എടുത്തൊരു റൈറ്റ് ഡിസിഷൻ ആയിരുന്നു ബാംഗ്ലൂരെങ്കിലും പോയിട്ട് പഠിക്കണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ അതിൽ നിന്ന് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറിലത് കൂടുന്നുള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എനിക്ക് ജീവിക്കാനെന്നറിയാം. എനിക്ക് ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ നമുക്കിന്ന് പറ്റുന്നുണ്ട്. അഥവാ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുക്കിംഗ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്ത് തന്നെ കാര്യങ്ങളാണെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എസ്പെഷ്യലി സ്പീക്കിംഗ്, ഞാൻ മണി മാനേജ് ചെയ്യാൻ പഠിച്ചത് ഞാൻ ബാംഗ്ലൂർ 2nd year 3rd year കാലഘട്ടത്തിലാണ്. നമ്മൾ കാശ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് പഠിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അക്കോമഡേഷൻ സ്പേസ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് നമ്മളവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് നല്ല ഹാബിറ്റ്സ്, എന്താണ് മോശം ഹാബിറ്റ്സ്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ നെറ്റ്വർക്ക് ചെയ്യുക, എങ്ങനെ ഒരാളെ പരിചയപ്പെടണം, എവിടെ പോയാലാണ് പരിചയപ്പെടുക,
പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ സംസാരിക്കുക. അപ്പോൾ അതൊക്കെ ഒരു മാറ്ററാണ്. ഇപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ അനിയനോട് ചോദിക്കാറുണ്ട്, നീ ഇപ്പം അടുത്ത് സംസാരിച്ച ആരെങ്കിലും കുറിച്ചൊന്ന് പറയുന്നു. അവൻ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണുന്നല്ലാതെ പുതിയ ആളുകളെ അടുത്തേക്ക് പോകാൻ അവന് ആ ഒരു ബ്രേക്ക് ത്രൂ കിട്ടുന്നില്ല അവർക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് സപ്പോർട്ടിങ് എലമെൻറ്റ്സ് ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ട്രെൻഡ് മാത്രമല്ല, കാരണം അവിടെ പോയിട്ടുള്ള ആളുകളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയൊന്നും നമ്മൾ എലാബറേറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്കറിയാവുന്ന അലൂമിനീസ് ആയിട്ടുള്ള ആളുകൾ, ഫോർ എക്സാമ്പിൾ മഹാത്മാഗാന്ധി, ഞാൻ എപ്പോഴും പറയാൻ ഇഷ്ടപ്പെടുന്നൊരു എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ അന്ന് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി അന്ന് ചിന്തിക്കുകയാണ്, ഞാൻ പുറത്തൊന്നും പോയി പഠിക്കേണ്ട ആവശ്യമില്ല, ഞാനിവിടെ എനിക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം മതിയായിരുന്നു. അല്ലെങ്കിൽ ആൾ അന്ന് ജനിച്ചതും വളർന്നതും ഇന്ത്യയിൽ തന്നെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക്, എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാറില്ല എന്ത് ആൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടെന്ന്, ഇതല്ല ശരിക്കുമുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്, അല്ലെങ്കിൽ ഇതല്ല ജീവിതം എന്ന് മനസ്സിലാക്കാൻ ആൾക്ക് പറ്റിക്കൊള്ളുന്ന നിർബന്ധമില്ല. കാരണം നമ്മളിത് കാണണമല്ലോ, ഇതല്ലാത്ത ഒന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ്. പിന്നെ പുറത്ത് പോയിട്ട് എന്തെങ്കിലും കണ്ട് അത് മനസ്സിലാക്കിയ അങ്ങനത്തെ ആളുകൾ. ഇപ്പോൾ രണ്ടാമത് നമ്മൾ കേരളത്തിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കേരളത്തിലെ റോഡുകളും കേരളത്തിലെ ഷോപ്സും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള സദേൺ സ്റ്റേറ്റ്സിലോ അല്ലെങ്കിൽ നോർത്തേൺ സ്റ്റേറ്റിലോ പോയിട്ട് നമ്മുടെ റൂറൽ ഏരിയകളിൽ പോലുള്ള ഷോപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് എത്ര തന്നെ ഫെസിലിറ്റേറ്റഡ് ആണ്, അവർ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു മാറ്ററാണ്. നമ്മളിതൊക്കെ ഇവിടെ പോയി നമ്മളെ ആളുകളെല്ലാം പുറത്ത് പോയി അവിടെ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇന്നിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽസ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾസ് ആവട്ടെ. ഇപ്പോൾ കേരളത്തിലെ സ്കൂൾസ് എസ്പെഷ്യലി സ്പീക്കിംഗ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും എന്തില്ല, ഭയങ്കര. ഇപ്പോൾ നമ്മൾ നോർത്തിലൊക്കെ പല ഫിലിമുകളിലും അല്ലെങ്കിൽ നോർത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് കാണുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പോലെയല്ല കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവിടെ അങ്ങനെ 100-ൽ 1 ഉള്ളൂ ഏറ്റവും ടോപ്പ് ക്ലാസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ളതെല്ലാം മിനിമൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ അത്ര അടിപൊളിയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മളിത് പുറത്ത് പോയി കണ്ട് മനസ്സിലാക്കി ഇത്രയെങ്കിലും എൻ്റെ നാട്ടിൽ എനിക്ക് വേണം എന്നുള്ളത് നമ്മുടെ നിർബന്ധമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ വേണം എന്നുള്ള ആവശ്യങ്ങളും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് നമ്മൾ പുറത്തേക്ക് പോകാനുള്ള മെയിൻ ചോയ്സസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ കൾച്ചറൽ ഡിഫറൻസസ് ഈ ബോണസായിട്ട് കിട്ടുന്ന ബാക്കി കാര്യങ്ങളാണ് എനിക്ക് ഈ ട്രെൻഡ് അല്ലാതെ ഫീൽ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ടൗൺ പ്ലാനിങ്ങിൻ്റെ കേസൊക്കെ പറഞ്ഞു. നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മാൻഗ്ലോവറിൻ്റെ സൈഡിൽ നിന്ന്, അതായത് ക്രൗഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ആ ഒരു തിക്കും തിരക്കിൽ ഏർപ്പെട്ടിട്ട് മരിച്ചുപോയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സസൊക്കെ, അതായത് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒന്നും അങ്ങനെ ഒരു കോഴ്സില്ല. അതായത് കോവൻട്രി യൂണിവേഴ്സിറ്റിയിൽ മറ്റൊക്കെ ഉണ്ടായിരുന്നു ആ കോഴ്സിന്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് എങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, പഠിപ്പിക്കണം എന്നുള്ളൊരു തോട്ടൊക്കെ വരുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവർക്ക് അത്രയും ഒരു സംഭവം ഉണ്ടാകും? അതായത് UK ഫോറിൻ യൂണിവേഴ്സിറ്റീസിനൊക്കെ ഇത്രയും ഇങ്ങനത്തെ കോഴ്സ് ആയിരിക്കണം കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളൊരു തോട്ട് അവർക്ക് വരാൻ എന്തുകൊണ്ട് നമ്മൾക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അത് വരുന്നില്ല? മേ ബി അവർ പ്രോബ്ലംസ് ആദ്യമേ സോൾവ് ചെയ്യാനാണ്. ഇപ്പം നമ്മൾ ചില പ്രശ്നങ്ങൾ അങ്ങനെയാണ്, നമ്മൾ പ്രശ്നമുണ്ടെന്ന് നമ്മൾ പറയും. ഇപ്പം നമ്മളിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എംപ്ലോയബിലിറ്റി റേറ്റ് താഴേക്കാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സ്റ്റുഡൻസ് ഇല്ല, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. വാട്ട് ഇസ് ദ സൊല്യൂഷൻ എന്നുള്ളതിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അവരുടെ ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈവൻ യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിലും അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് ആണെന്നുണ്ടെങ്കിലും ദേ ലുക്ക് മോർ ഇൻ ടു ദ സൊല്യൂഷൻ. അതാണ് അവരുടെ മെയിൻ അജണ്ട. ഇപ്പോൾ നമ്മൾ ഓരോ ഇവൻറ്റ്സ് നടക്കുന്ന സമയത്ത്, സോഷ്യൽ ഇവൻറ്റ്സ് നടക്കുന്ന സമയത്തും അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അവർ ഫീൽ ചെയ്യുന്ന ഓരോ പ്രോബ്ലംസിനും അവർ സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ UK അല്ലെങ്കിൽ USA പോലത്തെ കൺട്രീസിൽ ആൾമോസ്റ്റ് എല്ലാ പെർട്ടിക്കുലർ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് ഡിഗ്രീസ് ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന എന്ത് തരം പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ സൊല്യൂഷൻസ് അവർ പ്രോഗ്രാംസ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അതിൽ സൊല്യൂഷൻസാണ് അവർ അന്വേഷിക്കുന്നത്. ആ സൊല്യൂഷൻ അവർ കണ്ടെത്തി എന്നുള്ളത് മാത്രമല്ല, അത് അവർ സിലബസ് ആക്കിയിട്ട് അവർക്കത് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത്. അതിനുള്ള സിസ്റ്റം അവിടെ ആൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. ഇത് പ്രോബ്ലം ഉണ്ട്, നമ്മൾ സൊല്യൂഷൻ ഒരു തവണ കണ്ടെത്തുക എന്നുള്ളതല്ല. ഒരു പ്രോബ്ലംസും ഒറ്റ തവണ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ ഭൂമിയിൽ എടുത്തു നോക്കുന്ന ഒരു പ്രശ്നവും ഇന്നത് കഴിഞ്ഞു, നാളെ മുതൽ ഇത് ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇനിയും ആവർത്തിക്കപ്പെടാം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്. അത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് സിസ്റ്റമാറ്റിക് ഓർഡറിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളത് വീണ്ടും
പഠിക്കാനും പഠിപ്പിച്ചെടുക്കാനും റിസർച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസും മറ്റും നമ്മളെ സിസ്റ്റത്തിൽ തന്നെ വേണം. അതിൻ്റെ ലാക്കാണ് അവർ. എന്നാൽ അത് അഡ്രസ്സ് ചെയ്യുന്നത് ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം അങ്ങനെയാണ്. ഇതിന് ആഡ് ഓൺ ആയിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കൺട്രി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു നാഷണൽ സ്റ്റേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വെൽഫെയർ എന്ന് പറയുന്നത് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ്. ഏതൊരു ഗവൺമെൻറ്റും ടേക്ക് കെയർ ചെയ്യേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേറ്റിനെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കി. വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മലയാളത്തിൽ അതിനെ ക്ഷേമരാഷ്ട്രം എന്നൊക്കെ പറയും. എല്ലാ അർത്ഥത്തിലും ആളുകൾക്ക് സമാധാനത്തോടെ, അതല്ലെങ്കിൽ സമാധാനവും സന്തോഷം. നമ്മളെപ്പോഴും ഹാപ്പിനെസ് ഇൻഡെക്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. അത് നോക്കാറുണ്ട് നമ്മളെപ്പോഴും. ഏത് കൺട്രിയാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുകളിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ആ പർട്ടിക്കുലർ കൺട്രിയിലെ ഗവൺമെൻറ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും അവർ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഇതിൽ ഇന്ത്യയിലെ ഒരു സിനാരിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ ബേസിക് എഡ്യൂക്കേഷൻ എടുക്കുക. അപ്പോൾ സെക്കൻഡറി സ്കൂൾ ലെവലാണെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂൾ ലെവലാണെങ്കിലും ഒക്കെ. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ 12th പഠിച്ച സെയിം സിലബസാണ് ഞാൻ 10 വർഷത്തിനപ്പുറം ഒരു അധ്യാപകനായിട്ട് ഹയർ സെക്കൻഡറി പഠിപ്പിക്കാൻ പോകുമ്പോഴും സെയിം സിലബസാണ് ഫോളോ ചെയ്യുന്നത്. ഈ 10 ഇയേഴ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരുപാട് ഇക്കണോമിക്കലായിട്ടുള്ള, പൊളിറ്റിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ സൊസൈറ്റിയിൽ സംഭവിച്ചിട്ടുണ്ട്. ബട്ട് അതിനൊന്നും അഡ്രസ്സ് ചെയ്യാൻ തക്ക തരത്തിലേക്ക് എന്ത് ചെയ്യുന്നില്ല. ഈ ഇത്തരത്തിലൊരു ഇതിൽ ലാക്ക് ഓഫ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഗവേണൻസ് എന്ന് കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഗവൺമെൻറ് ശ്രദ്ധ കൊടുക്കേണ്ട ഏരിയ ആണ് അതിൽ. നമ്മുടെ മക്കൾ എന്ത് പഠിക്കണം, അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്ത് പഠിക്കണം എന്നുള്ള കാര്യത്തിൽ. അതിൽ പലപ്പോഴും നമ്മൾ ഗവൺമെൻറ് ഒരു ഫെയിലിയർ ആവുന്നു എന്നുള്ളതും കൂടെയാണ് നമ്മൾ ഈ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് താഴേക്ക് പോകുന്നു എന്നുള്ളത്. ഇതിനിപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഓട്ടോണമസ് ആയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നു. അവരുടേതായിട്ടുള്ള സിലബസുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഹോപ്പ് ഇതൊരു ബെറ്റർ ആയിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ള കാര്യത്തിൽ. ആൻഡ് ഇപ്പോൾ അക്ഷയ് പറഞ്ഞ പോയിന്റ് ആക്ച്വലി ഇത് സ്റ്റഡിങ് എബ്രോഡ് എന്നുള്ളതിൻ്റെ ഒരു കോർ നീഡും കൂടെ ആയിട്ട് മാറുകയാണ്. എന്ത് ഇപ്പോൾ ചില സ്പെസിഫിക് സബ്ജക്റ്റുകളിൽ നമ്മുടെ ചുറ്റുപാടും നമുക്ക് പഠിക്കാൻ ഫെസിലിറ്റീസ് ഇല്ല എന്നുള്ളത്, അതും അവരെ എന്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്, പുറത്തു പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഫാക്ടറായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ ചില നമ്മൾ ഓഷ്യാനോഗ്രഫി അല്ലെങ്കിൽ അർബൻ പ്ലാനിങ്, ഇപ്പോൾ അക്ഷയ് പറഞ്ഞതിൽ ആഡ് ഓൺ ആയിട്ട് വരുന്ന ഇങ്ങനത്തെ സബ്ജക്ട്സൊക്കെ ഇവിടെ പഠിക്കാൻ സ്പേസ് ഉണ്ടോ എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തത് ഇനി ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അത്ര തന്നെ സ്ട്രോങ് ആണ്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഒരു മാനേജ്മെൻറ്റ് പ്രോഗ്രാം എനിക്ക് പഠിക്കണം, ഡിഗ്രി ആണ് എന്ന് വിചാരിക്കാം. ഞാൻ വേൾഡ് റാങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എനിക്ക് വേണമെന്ന് നിർബന്ധമുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിലേക്ക് പോകണ്ട, നമ്മൾ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേൾഡ് റാങ്കിങ്ങിൻ്റെ ടേബിൾ എടുത്തു, QS യൂണിവേഴ്സിറ്റി റാങ്ക് എടുത്തു. എനിക്ക് കാണാൻ പറ്റുന്ന 69 ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. ഈ 69 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇന്ത്യയിൽ നിന്നുള്ള 69 ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ലാസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം. ഐ തിങ്ക് സോ, അങ്ങനെയാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറപ്പ്. അപ്പോൾ QS വേൾഡ് റാങ്കിങ്ങിലുള്ളത് ഞാനിതിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും ഞാൻ ആപ്ലിക്കേഷൻ ഇട്ട് വെച്ചാൽ പോലും ഞാൻ നമ്മൾ പ്രീവിയസ് അവരെടുത്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ പ്രൊഫൈലും മറ്റും നമുക്ക് അനലൈസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇന്നുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 90% കിട്ടാതിരിക്കാൻ സാധ്യതയും 10% മാത്രം കിട്ടാനുമാണ് എനിക്ക് സാധ്യത ഈ 69 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ. ഈവൻ ദോ ഞാൻ 12th 1200 മാർക്ക് വാങ്ങിയാൽ പോലും. മറിച്ച് ഞാൻ ഇതേ സ്കോറുമായിട്ട് ആൻഡ് ഈവൻ ദോ ഇപ്പോൾ ഇതിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫീസ് 10 lakhും 9 lakhും 8 lakhും ഒക്കെയാണ് ഡിഗ്രി 1 yearന് ഫീസ് വരുന്നത് ഈ 69 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നോക്കാം. ഇനി ഇതേ സിറ്റുവേഷനിൽ ഞാനത് വേൾഡ് റാങ്കിങ്ങിലേക്ക് മൊത്തം വേൾഡിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് QS വേൾഡ് റാങ്കിങ് 100ന് താഴേക്ക് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോലും എനിക്ക് അപ്രോക്സിമേറ്റ്ലി 70-75% ചാൻസ് ഉണ്ട് എനിക്ക് അഡ്മിഷൻ കിട്ടാൻ വിത്ത് ഇമ്മിനൻറ്റ് സ്കോളർഷിപ്പ്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി, ഇത് ഒരു കോമ്പറ്റീഷനും ആണ്. അപ്പുറത്ത് ഞാൻ ഉദ്ദേശിച്ച സബ്ജക്റ്റ് എനിക്ക് ഏറ്റവും ഞാൻ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയിൽ പഠിക്കാനും പറ്റുന്നുണ്ട്. അതൊരു റിയലി മാറ്റർ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ അഥവാ ഗവേണൻസിൽ തന്നെ നെക്സ്റ്റ് ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട മെയിൻ പോയിന്റ് ഇതാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹയർ ക്വാളിറ്റിയിലേക്ക് വളർന്നു വരൽ ഭയങ്കര നിർബന്ധമായിട്ട് മാറുന്നൊരു സിറ്റുവേഷൻ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര കോമ്പറ്റീഷൻ തന്നെയാണ് ഇവിടുത്തെ ഒരു മാറ്റർ. രണ്ടാമത് നമുക്ക് അത്ര തന്നെ ഇപ്പോൾ ഇത്ര കോടിക്കണക്കിന് ജനങ്ങളുള്ള ഇന്ത്യയിൽ നമുക്ക് അത്ര തന്നെ ക്വാളിറ്റിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ
നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫ്ലെക്സിബിളായിട്ട്, ഞാൻ പറഞ്ഞല്ലോ 10% ആൻഡ് 75% എ ബിഗ് ഡിഫറൻസ്. അപ്പോൾ അതൊരു 60-60 അല്ലെങ്കിൽ 60-70% ആണെന്നുണ്ടെങ്കിൽ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു. ബട്ട് ഞാൻ കംഫർട്ടബിൾ അല്ല. കാരണം ഈവൻ ദോ 150 റാങ്കിങ്ങിനും താഴെയുള്ള മുകളിലുള്ള റാങ്കിങ്ങുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് എനിക്ക് ചാൻസ് എന്ന് പറയുന്നത് വെറും 10%. അതിന് ഉള്ളിലുള്ള റാങ്കിങ്ങുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് എനിക്ക് 75% ചാൻസ് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്, വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനി നമ്മളൊരു കോർ സബ്ജക്റ്റ് ഏരിയയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IT തന്നെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. ഇന്ത്യയിൽ വിരലെണ്ണാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പല പ്രോഗ്രാമുകൾ, ഇപ്പോൾ AI അല്ലെങ്കിൽ റോബോട്ടിക്സ്, ഇനി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡാറ്റ അനലിറ്റിക്സ്, ഇങ്ങനത്തെ പ്രോഗ്രാംസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാംസ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എണ്ണം തന്നെ വളരെ കുറവാണ്. അത് നമ്മളൊരു ഗ്ലോബൽ റാങ്കിങ് പെർസ്പെക്റ്റീവിലും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ മോശം പെർസെൻറ്റേജ് റേഷ്യോ ആണ് നമുക്ക് കാണാൻ പറ്റുക. സോ സബ്ജക്റ്റ് സ്പെസിഫിക് ആവുന്ന സമയത്ത് ഇങ്ങനൊരു ഇഷ്യൂവും കൂടെ അവിടെ ഉണ്ട്. നേരത്തെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള അങ്ങനത്തെ കേസൊക്കെ പറഞ്ഞല്ലോ. നമ്മുടെ കോവിഡ് വന്നു, ലോക്ക്ഡൗൺ ആയി, അപ്പോൾ നമ്മുടെ വാക്സിൻ കൊണ്ടുവന്ന് തന്നെ ആ ഒരു സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാണ്? അപ്പോൾ എന്താണ് വേറൊരു ഫാക്ടർ എന്നുള്ളത്? ഇനി നമുക്ക് നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം റിസർച്ച് ഫെസിലിറ്റീസാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് നാളെ തന്നെ നമുക്കൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഡീപ്പ് ഇൻസേർച്ച് റിസർച്ച്. അപ്പോൾ നമ്മളിനി നോക്കേണ്ട ഒരു നെക്സ്റ്റ് ഒരു പോയിന്റ്, അല്ലെങ്കിൽ ഓവർസീസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്റ്റഡിങ് എബ്രോഡ് ഒരു വലിയ പെർസ്പെക്റ്റീവ് വരുന്നത് റിസർച്ച് സ്റ്റുഡൻസിനാണ്. അവരെ സംബന്ധിച്ച് ഇന്ത്യയിൽ റിസർച്ച് ഇൻഫ്രാസ്ട്രക്ചർ വലിയൊരു മാറ്ററാണ്. നമുക്ക് നമ്മുടെ റിസർച്ച് ഫണ്ടിങ് എവിടെ നിന്നാണ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് ഫണ്ടഡാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റിസർച്ചുകൾ. അതുകൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ഗവർണൻസ്, അതിൻ്റെ കാര്യങ്ങൾ ഭയങ്കര മോശം സിറ്റുവേഷനിലാണ് പോകുന്നത്. നമ്മൾ ഇനി പുറത്തുള്ള കൺട്രീസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ ഏത് ഇൻഡസ്ട്രിക്കാണോ പരിഹരിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോവിഡിനൊരു മരുന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൻ്റെ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഡസ്ട്രീൻ്റെ ഒരു നീഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെർട്ടിക്കുലർ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫണ്ടിങ്ങും കൂടുതൽ വരുന്നത് എവിടെ നിന്നാണ്? പ്രൈവറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അത് അത്ര തന്നെ വലിയൊരു ബേർഡൻ അല്ല ഇത് പഠിപ്പിക്കാനും അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുക എന്നുള്ളത്. അപ്പോൾ റിസർച്ച് ഫെസിലിറ്റി ആൻഡ് റിസർച്ച് ഫണ്ടിങ് വലിയൊരു മാറ്ററാണ്. അപ്പോൾ നമ്മളിപ്പോൾ UK എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി ലാസ്റ്റ് ഇൻടേക്ക് പോലും നമുക്ക് ഫുള്ളി ഫണ്ടഡ് ആയിട്ട് MSc ഫിസിക്സ് കഴിഞ്ഞ ഫിസിക്സ് റിലേറ്റഡ് സബ്ജക്റ്റിൽ റിസർച്ച് ചെയ്യാൻ പോകുന്നൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. വിത്തൗട്ട് എനി റുപ്പി ഫ്രം ദയർ പോക്കറ്റ് ആണ് ആളവർ പോകുന്നത്. അപ്പോൾ അത്രയും അവർ റിസർച്ചിന് അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു മാറ്റർ അതാണ്. അപ്പോൾ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസും റിസർച്ച് ഫെസിലിറ്റീസും ഒരു മാറ്ററായിട്ട് നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇടയ്ക്കൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ ഇന്ത്യയിലുള്ളതെന്ന് പറഞ്ഞിട്ട്. അതായത് 10ാം ക്ലാസ് പാസ്സായ ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് പറ്റിയ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അല്ലാതെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് അവർക്ക് പറ്റിയ ഒരു കോഴ്സ് അല്ലെങ്കിൽ അവർക്ക് പറ്റിയൊരു ജോലി എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിലില്ല എന്ന് പറഞ്ഞു. ഇതിൽ ഈ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് മുന്നേ പറഞ്ഞത്, ആളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളൊരു M.Tech ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ആളൊരു ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഇൻ്റർവ്യൂ ബോർഡ് അവർ സാറ്റിസ്ഫൈഡ് ആയി, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ബട്ട് പുള്ളിക്ക് ആ ജോലി കിട്ടിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ആ ജോലി കിട്ടാത്തത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും അവർ അന്വേഷിച്ച സമയത്ത് മനസ്സിലായത് അവർ ഓവർ ക്വാളിഫൈഡ് ആണെന്നുള്ളൊരു റിവ്യൂ ആണ് കിട്ടിയത്. അപ്പോൾ അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ B.Tech കഴിഞ്ഞ ഒരാൾ, ഇപ്പോൾ B.Tech കഴിഞ്ഞ ഒരുപാട് ആളുകൾ അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ. ഒബ്വിയസ് ആയിട്ടും M.Tech കഴിഞ്ഞ ഒരാൾക്ക് ആളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും? പാക്കേജ് ഉണ്ടാവും, സാലറി ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും എംപ്ലോയർ എന്ത് ചെയ്യാണ്, ഇതിനെക്കുറിച്ച് ഏകദേശം ധാരണയുള്ള എന്നാൽ അത്രത്തോളം ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളെ കൂടുതൽ ചൂസ് ചെയ്യുന്നു. എന്നാൽ ഇവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള അത്രയും അധികം ജോലി പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു സിസ്റ്റവും സ്ട്രക്ചറും ഇവിടെ ഇല്ലാണ്ടിരിക്കുന്നു എന്നുള്ളത് ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ എഡ്യൂക്കേഷനിലേക്ക് വരുന്നു. പഴയ പോലെ അല്ലല്ലോ. പണ്ട് ഈ പറഞ്ഞ പോലെ ക്രീമി ആയിട്ടുള്ള ആളുകളാണ് ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെക്കൻഡറി ലെവലിന് മുകളിലേക്കുള്ള എഡ്യൂക്കേഷനിലേക്ക് വളരെ, ഇപ്പോൾ നമ്മളൊക്കെ പാരൻസിൻ്റെ കാലം ഒരുപാട് മുന്നേത്തെ അല്ല, നമ്മളെ പാരൻസിൻ്റെ ടൈം എടുത്ത് നോക്കിയാൽ തന്നെ ഒരുപാട് ആളുകളൊന്നും ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ സെനാരിയോ എല്ലാം കംപ്ലീറ്റ്ലി ഒരു പാരഡിം ഷിഫ്റ്റ് അതിൽ സംഭവിച്ചിട്ടുണ്ട്. കാര്യം എല്ലാ ആളുകളും എഡ്യൂക്കേഷനെ ഒരു ബേസിക് നീഡായിട്ട് കാണുകയും അതിൽ ഹയർ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ, നേരത്തെ നമ്മൾ സംസാരിച്ച് വെച്ച കോഴ്സുകളുടെ
ഇന്ത്യയിൽ ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ അല്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഇവിടെയൊക്കെ പലപ്പോഴും അബ്രോഡ് എഡ്യൂക്കേഷന് ഒരുപാട് മുന്നിലേക്ക് പോകുന്നത് അവരുടെ സ്പെഷ്യലൈസേഷൻ ആണ്. ഈച്ച് ആൻഡ് എവറി നമ്മൾ MBBS എന്ന് പറഞ്ഞ് മെഡിക്കൽ ഡിഗ്രിന് നമ്മൾ MBBS എന്ന് പറയുമ്പോഴും അവിടെ ഈച്ച് ആൻഡ് എവറി ഓർഗൻസിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്യുന്നു. അത് മെഡിക്കലിൽ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതൊരു കാര്യമാണ് ആക്ച്വലി. പിന്നെ ഈ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ആൻഡ് ഈ ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ കൂടുന്നു. അവരെ മെയിനായിട്ട് ഈ സംഭവം തന്നെ അവർക്ക് പാക്കേജ്, നമ്മൾ നേരത്തെ സംസാരിച്ചൊരു കാര്യമാണ്, അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു പാക്കേജ് പ്രൊവൈഡ് ചെയ്യാൻ എന്തെയ്യുന്നില്ല പലപ്പോഴും നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ. ഇവിടെ ഒരു 6 ഡിജിറ്റ് സാലറി വാങ്ങുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ആളുകളാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ 6 ഡിജിറ്റ് സാലറി വാങ്ങിക്കുന്നത്. എന്നാൽ ഓവർസീസ് ഒരു എക്സ്പീരിയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 6 ഡിജിറ്റ് സാലറി എന്ന് പറയുന്നത് മിനിമലാണ്. അതായത് ഏറ്റവും മിനിമൽ ജോലി ചെയ്യുന്ന ആളുകൾ പോലും എന്ത് ചെയ്യുന്നുണ്ട് ആ റേഞ്ചിലുള്ള സാലറി അതല്ലെങ്കിൽ പാക്കേജ് കിട്ടുകയും അത്തരത്തിലൊരു ക്വാളിറ്റി ലൈഫ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഒരു മെയിനായിട്ടൊരു ഫാക്ടറാണെന്ന് തോന്നിയിട്ടുണ്ട് ഈ പറഞ്ഞ പോയിന്റിൽ. അതുപോലെ തന്നെ ജിഷാൻ, ഇപ്പോൾ എന്ത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ് എന്ത് കാര്യമാണെന്ന് പറയുമ്പോഴും കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ എബ്രോഡ് പോയി പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്. കാരണം നമ്മൾ ഈ ഒരു ഇവിടുത്തെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു 5 lakhs-നകത്ത് നമുക്ക് ഡിഗ്രി ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ മാനേജ്മെൻറ്റ് കോളേജസിലേക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഈ ഒരു എബ്രോഡ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് അറൗണ്ട് 20 lakhs അല്ലെങ്കിൽ 20 to 30 ആ റേഞ്ചിലൊക്കെയാണ് നമ്മുടെ എബ്രോഡ് എഡ്യൂക്കേഷൻ്റെ കോസ്റ്റ് വരുന്നത്. അതിനെപ്പറ്റി എന്താണ് ഇതിൽ കോസ്റ്റ്? ഇപ്പോൾ നമ്മൾ ഏതൊരാളെ സംബന്ധിച്ചും ഏറ്റവും മാറ്ററായിട്ട് വരുന്നൊരു കാര്യം തന്നെയാണ് മണി. നമ്മൾ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഭയങ്കര ഒരു മാറ്ററായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് ഇപ്പോൾ ഇങ്ങനൊരു കമ്പാരിസൺ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്നൊരു BSc സൈക്കോളജി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനും നമ്മൾ പുറത്ത് ഏതൊരു കൺട്രി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ എക്സ്പെൻസും തമ്മിൽ ഒരു മിനിമൽ ഏത് ഡെസ്റ്റിനേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു 3 times ഹയറായിട്ട് കാണൽ നിർബന്ധമാണ്. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എക്സ്പെൻസ് എന്നുള്ള പെർസ്പെക്റ്റീവിനെ നമ്മൾ കുറച്ചും കൂടെ വൈഡർ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്യൂഷൻ ഫീസ് എന്നുള്ള ഒരു ഘടകം മാത്രമല്ല, ഇതിന് കൂടെ തന്നെ ഇപ്പോൾ നമ്മൾ പുറത്തൊരു രാജ്യത്ത് പഠിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്, അഡീഷണൽ ആയിട്ടുള്ള വേറെ എക്സ്പെൻസുകളും വരാനുണ്ട്. നമുക്ക് താമസിക്കാൻ സ്ഥലം വേണം, നമുക്ക് ട്രാവൽ ചെയ്യണം, ഒബ്വിയസ്ലി നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസസ് വേണം, അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ എക്സ്പെൻസ് ആംഗിൾ നോക്കുന്ന സമയത്തുണ്ട്. എന്നാൽ ഈവൻ ദോ ഇപ്പോൾ ഞാൻ എന്നാലും എനിക്കറിയുന്ന ആളുകളോടൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ അഫോർഡബിൾ ആവുന്ന ഒരു ഡെസ്റ്റിനേഷനിലെങ്കിലും നിങ്ങൾ പോയിട്ട് പഠിക്കാം. നമ്മൾ ഇപ്പോൾ എല്ലാവരും US പോയി പഠിക്കണം, എല്ലാവരും UK പോയി പഠിക്കണം എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെർസ്പെക്റ്റീവ്. ഞാൻ ഈ ഒരു ചോദ്യത്തെ ഞാൻ നേരത്തെ അഷ്റഫ് പറഞ്ഞൊരു പോയിന്റുമായിട്ടും കൂടെ കണക്ട് ചെയ്യാനും കൂടെ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു HR പെർസ്പെക്റ്റീവിൽ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലോബലി ഉള്ള HR ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത് അവരേറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഓൺ ഡെസ്റ്റിനേഷൻസിൽ അല്ലെങ്കിൽ ഓൺ പ്രിമൈസസിൽ നിന്ന് മാറി പഠിക്കുന്ന ആളുകളെയാണ് അവർക്ക് റിക്രൂട്ട് ചെയ്യാൻ കൂടുതൽ താല്പര്യം. അതിൽ തന്നെ ഓൺ സ്റ്റേറ്റിൽ നിന്ന് മാറി അതർ സ്റ്റേറ്റിൽ പഠിച്ചവർക്ക് കുറച്ചും കൂടി പ്രിഫറൻസ് കിട്ടും. ഓൺ കൺട്രിയിൽ നിന്ന് മാറി വേറെ കൺട്രിയിൽ പഠിച്ചവർക്ക് കുറച്ചും കൂടി പ്രിഫറൻസസ് കിട്ടും. ആ ഓൺ കോണ്ടിനെൻറ്റിൽ നിന്ന് മാറി വേറെ കോണ്ടിനെൻ്റ് ആവുന്നതിനനുസരിച്ച് കൂടുതൽ പ്രിഫറൻസസ് കിട്ടി വരും. ഇത് ഒബ്വിയസ്ലി ഒരു ഫാക്ടറാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഇവിടെ IIM അഡ്മിഷൻ കിട്ടി, അപ്പുറത്ത് അയാൾക്ക് അതേ റാങ്ക്ഡ് ആയിട്ടുള്ള ഗ്ലാസ്ഗോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിൽ അവർക്ക് അഡ്മിഷൻ കിട്ടി. അയാളത് ചൂസ് ചെയ്യേണ്ടത് എന്തൊക്കെ പെർസ്പെക്റ്റീവ്സ് നോക്കിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഫീസ് ആൾമോസ്റ്റ് സിമിലർ ആയിരിക്കാം. ഇപ്പോൾ IIM ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ലെസ് ദാൻ 40 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ നടത്തുന്ന സമയത്ത് തന്നെ നമ്മൾ നോക്കുകയാണ്, രണ്ടും ഒരേ ആൾമോസ്റ്റ് ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ IIMകളുടെ റാങ്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാഞ്ചസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഈവൻ ദോ രണ്ടും ആൾമോസ്റ്റ് സിമിലർ എക്സ്പെൻസാണ് ഇവർ സ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു സമയത്ത് നമ്മൾ എക്സ്പെൻസസിനെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ചും കൂടെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ അയാൾ IIMൽ പഠിക്കുന്നത് 2 years പ്രോഗ്രാം വരുന്നത്. അയാൾ പുറത്ത് മാസ്റ്റേഴ്സ് തന്നെ ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് തന്നെയാണെന്നുണ്ടെങ്കിൽ 1 year മാഞ്ചസ്റ്റർ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവർക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അവിടെ ഒരു ചെറിയ 2 വർഷം ഒരു കൺട്രിയിൽ സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസസ് അവിടെ കട്ട് ഷോട്ട് ചെയ്യും. ഈവൻ ദോ അതൊരു സിമിലർ എമൗണ്ട് ആയിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിൻ്റെ ഭാഗം കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും, അഥവാ ഇപ്പോൾ ചില ആളുകൾ പറയും
എനിക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കര മാറ്ററാണെന്ന് പറയും. അപ്പോൾ അത് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ഒബ്വിയസ്ലി ചൂസ് ചെയ്യുന്നതാണ് മാഞ്ചസ്റ്ററാണ്. അതിലൊരുപാട് കാരണങ്ങൾ അയാൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് ചിലപ്പോൾ ഫിസിക്കലായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല പലതും, അല്ലാത്ത ഒരുപാട് എലമെൻറ്റ്സ് അയാൾക്ക് കിട്ടുന്നുണ്ട്. നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ കൾച്ചർ, അയാൾക്ക് കിട്ടുന്ന ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി റിയലി ഡസ് മാറ്റർ. ഇപ്പോൾ നമ്മളൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. ഈവൻ ദോ ഇപ്പോൾ ഞാൻ ഫ്രാങ്ക് ആയിട്ട് അക്ഷയനോട് ചോദിക്കുകയാണ്, ഈ അക്ഷയ് മീറ്റ് എ വൈറ്റ് പേഴ്സൺ, ഒരു US സിറ്റിസണോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിറ്റിസണോ മീറ്റ് ചെയ്യാണ്, ഹൗ കോൺഫിഡൻ്റ് ആർ യു ടു മേക്ക് എ കോൺവെർസേഷൻ? ഇല്ല, ചിലപ്പോൾ അവരുടെ സ്ലാങ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതെ, റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സ്ലാങ്ങിൻ്റെ ഒരു നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ഒന്നുണ്ട്. രണ്ടാമത് നമ്മുടെ കോൺഫിഡൻസും ഒരു മാറ്റർ തന്നെയാണ്. കാരണം നമ്മൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരാളെ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു നെറ്റ്വർക്ക് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആർക്കും കിട്ടുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു HR പെർസ്പെക്റ്റീവും കൂടെ ഞാൻ ഈ കോസ്റ്റിൻ്റെ കാര്യം നമ്മൾ അതും കൂടെ കാണണം. അപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ട്യൂഷൻ ഫീസ് ഇവിടെ 2 ലക്ഷം രൂപയായിരിക്കാം. മേ ബി ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിന് ചിലപ്പോൾ 2 ലാഖാണ് 1 ഇയർ ഫീസ് പറയുന്നുണ്ട് വിചാരിക്കുക. ഇതേ പ്രോഗ്രാം ഇതിനേക്കാൾ നല്ല സിലബസിൽ പുറത്ത്, ഇതേ സിമിലർ സിലബസ് ആണെന്നുണ്ടെങ്കിൽ പുറത്ത് കിട്ടുമെന്ന് വിചാരിച്ചോളൂ. ബട്ട് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമ്മളിവിടെ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും പോയി വരാവുന്ന ഒരു ദൂരത്തിൽ 2 ലക്ഷം രൂപ കൊടുത്ത് ഒരു വർഷം ഞാൻ പഠിക്കുന്നു. ഇതേ ഞാൻ വേറൊരു രാജ്യത്ത് ഇതിൽ ഒരു വർഷത്തിൻ്റെ എല്ലാ എക്സ്പെൻസുകളും 2 ലാഖിലേക്ക് ഒതുക്കി എനിക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ കൺട്രീസ് ഉണ്ട്. നമ്മൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുന്ന ഒരുപാട് കൺട്രീസ് ഉണ്ട്. ഈവൻ ദോ ഫുൾ സ്കോളർഷിപ്പോട് കൂടിയിട്ടൊക്കെ കുട്ടികൾ പഠിക്കുന്ന കൺട്രീസ് ഇഷ്ടം പോലെ ഉണ്ട്. അവരൊന്നും 99% കിട്ടിയത് കൊണ്ട് മാത്രം സ്കോളർഷിപ്പ് കിട്ടിയതല്ല, അവരതിൻ്റേതായിട്ടുള്ള എഫേർട്ടുകൾ എടുത്തിട്ട് സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടികളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വേറൊരു ആംഗിൾ പെർസ്പെക്റ്റീവ് കൂടി ചിന്തിച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള മാറ്ററിൽ ഐ പ്രിഫർ സ്റ്റഡിങ് അബ്രോഡ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്റ്റഡി അവേ ഫ്രം യുവർ ഹോം. ഇപ്പോൾ നമ്മൾ പറയുന്നത് കേരളത്തിലാണ് എൻ്റെ വീട് മലപ്പുറത്താണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമൽ റിക്വയർമെൻ്റ് ആയിട്ട് ഒരു 12th കഴിഞ്ഞ ഒരാൾ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വേ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഗോ അവേ ഫ്രം യുവർ ഹോം. ഹോസ്റ്റലിൽ നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു നോക്കും. പെർസ്പെക്റ്റീവ്സ് വിൽ ചേഞ്ച്, ഒരുപാട് പെർസ്പെക്റ്റീവ്സ് ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ഫോർമേഷനാണ് സ്റ്റഡിങ് അബ്രോഡായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ ഫീൽ ചെയ്യുന്നത്. പറഞ്ഞതിൽ ഒരു ആഡ് ഓൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ആക്ച്വലി ഓവർസീസ് എഡ്യൂക്കേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റാണ് ഏൺ വൈൽ യു ലേൺ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏൺ ചെയ്യാനും കൂടെ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഈ ഏർണിങ്സ് ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ആസ് എ ഇൻഡിവിജ്വൽ ഒരുപാട് അതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഫാക്ടറാണല്ലോ ഏർണിങ്സ് എന്ന് പറയുന്നത്. ആ ഒരു സ്ട്രക്ചറിലാണ് അവിടുത്തെ കോഴ്സസും അതിൻ്റെ സിലബസും ക്ലാസ് ഹവേഴ്സൊക്കെ അവർ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ ചിലവ് കൂടുതലാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ഇൻകം വരവ് കുറയുമ്പോഴാണ് നമുക്ക് ചിലവ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക. നന്നായിട്ട് ഇൻകം വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് വലിയൊരു മാറ്റർ അല്ല. അപ്പോൾ നമ്മൾ ഈ ഓവർസീസ് ഡെസ്റ്റിനേഷനിൽ പഠിക്കുമ്പോഴൊരു മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങളൊരു മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് മാക്സിമം നിങ്ങൾക്ക് 2 to 3 ഡേയ്സാണ് ക്ലാസ് ഉണ്ടാവുക. അതിലെൻ്റെ ക്ലാസ് അവേഴ്സ് എന്ന് പറയുന്നത് 2 to 3 അവേഴ്സാണ് പെർ ഡേയിൽ നമുക്ക് ക്ലാസ് ഉണ്ടാവുക. സോ നമ്മുടെ റിസർച്ചിനും നമ്മുടെ സ്റ്റഡീസിനുള്ള സമയം മാറ്റി വെച്ചാൽ പോലും ഇനഫ് ടൈം നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ട്. നമ്മളെ എന്താ പറയുക, നമ്മൾ അഫോർഡ് ചെയ്യുന്ന ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ വർക്കിംഗ് കൾച്ചറും അവിടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു ബെനിഫിഷ്യറി ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഇവിടുന്ന് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് ഇവിടുന്ന് പോവുകയാണെങ്കിൽ പോലും അതിൻ്റെ റീപേയ്മെൻറ്റും എൻ്റെ മൊത്തം പ്രോസസ്സിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും എനിക്ക് ഈ ഇത്തരം ഓപ്പർച്യൂണിറ്റീസിലൂടെ എനിക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ ഒന്നാമത്തെ ഒരു എലമെൻറ്റ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൾച്ചറും എക്സ്പീരിയൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യം. വേൾഡിലൊരു വലിയൊരു മഹാനായിട്ടുള്ളൊരു ഫിലോസഫർ ഉണ്ട്, ഖലീൽ ജിബ്രാൻ എന്ന് പറയും. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഫെമിലിയർ ആയിരിക്കും. പുള്ളിയുടെ ഒരു കോട്ടുണ്ട്, നമ്മളെപ്പോഴും ഒഴുകുന്ന വെള്ളം പോലെ ആവണമെന്ന് പറയുന്നുണ്ട്. ഏതൊരു മനുഷ്യനെപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കണം, നമ്മളെപ്പോഴും സ്റ്റാഗ്നൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന ഒരു അതിനോട് ഉപമിക്കുന്നുണ്ട് അദ്ദേഹം. ഈ 2 തരത്തിലുള്ള മനുഷ്യന്മാരുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് തന്നെ ആലോചിച്ചറിയാൻ പറ്റും. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതിന് ബാഡ് സ്മെൽ ഉണ്ടാവും, അത് പ്രൊഡക്റ്റീവ് അല്ല. എന്നാൽ ഫ്ലോ ചെയ്യുന്ന വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരുപാട് കൾച്ചറുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യർക്ക് ഒരുപാട് ജീവികൾക്കൊക്കെ വെള്ളം നൽകി അല്ലെങ്കിൽ സിവിലൈസേഷൻസ് ബിൽഡ് ചെയ്തിട്ടാണ് ഇത് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആസ് എ ഇൻഡിവിജ്വൽ നമ്മളെപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു മൊബിലിറ്റി ഡസ് മാറ്റർ. നേരത്തെ ജിഷാൻ പറഞ്ഞൊരു പോയിൻ്റാണ്, നമ്മളെ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് അതേഴ്സ് അത് ചേഞ്ച് ആവുന്നുള്ള കാര്യം.
അത് വലിയൊരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളൊരു സേഫ് സോൺ ക്രിയേറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ പഠിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് മനുഷ്യൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് സേഫ് സോൺ ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. സേഫ് സോണിലും പറ്റുന്ന വേർഡ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഈ കംഫർട്ടബിൾ ആയിട്ടുള്ള സോണിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ നമ്മളെല്ലാ നീഡ്സും ഫുൾഫിൽ ചെയ്യപ്പെടും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഫുഡ് കറക്റ്റ് സമയത്ത് നമ്മൾ ഫുഡ് എത്തും. നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, വീട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ അത് നമ്മളൊന്നും അറിയാണ്ട് തന്നെ അതെല്ലാം പോകും. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മൾ സെൽഫായിട്ട് ഇതൊക്കെ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് നിൽക്കുന്ന ഒരു സിനാരിയോ ഉണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ഇപ്പോൾ എൻ്റെ ആണെങ്കിലും ജിഷാൻ്റെ ആണെങ്കിലൊക്കെ ലൈഫിൽ നിന്ന് നമ്മളൊക്കെ ഏൺ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അവേ ഫ്രം ഹോം അല്ലെങ്കിൽ അവേ ഫ്രം നമ്മൾ ഈ കംഫർട്ട് സോണിൽ ജീവിക്കുകയും അത് നമ്മൾ ഫെമിലിയർ ആവുകയും ചെയ്ത സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ വന്നിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ബാക്കിയുള്ള ആളുകൾ എങ്ങനെ കൺസിഡർ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ മൊബിലിറ്റി വലിയൊരു മാറ്ററായിട്ട് വരുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ പറയുന്നത്, നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഈ ഒരു കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ റെഡിയായാൽ മാത്രമാണ് നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു അർത്ഥത്തിലുള്ള ഗ്രോത്തോ ഡെവലപ്മെൻറ്റോ നമുക്ക് ഉണ്ടാവുമോ എന്നുള്ള കാര്യം. ഈ രണ്ട് കാര്യം കൂടെ ആ പറഞ്ഞതിനോട് ആഡ് ഓൺ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അതുപോലെ നേരത്തെ പറഞ്ഞൊരു കാര്യമായിരുന്നു ക്ലാസ് ടൈമിംഗ് എന്ന് പറയുന്നത്. അഷ്റഫ് സാറ് നമ്മുടെ ജാമ്യ മില്ലിയിൽ പഠിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ക്ലാസ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, ഞാൻ രണ്ട് അനുഭവങ്ങളിലേക്ക് വരാം. ഞാൻ ഗ്രാജുവേഷൻ പഠിച്ച സമയത്ത് ഞാൻ കാലിക്കറ്റ് എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു കോളേജിലാണ് ഗ്രാജുവേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനൊരു ഫിനാൻഷ്യലി ഭയങ്കര സൗണ്ടായിട്ടുള്ളൊരു ഫാമിലിയിൽ നിന്ന് വന്ന ആളായിരുന്നില്ല. എനിക്ക് തന്നെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ എൻ്റെ സ്റ്റഡീസിനെ ഞാൻ തന്നെ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഞാൻ വില്ലിംഗ് ആണ്, ജോലി ചെയ്യാൻ വേണ്ടി ഞാൻ വില്ലിംഗ് ആണ്. ബട്ട് എൻ്റെ ആ ഒരു വില്ലിങ്നെസ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം എവിടെ ഇല്ല, നമ്മുടെ നാട്ടിലില്ല. അതൊരു ഫാക്റ്റാണ്. ഞാൻ ജോലിക്ക് പോകാൻ റെഡിയാണ്. രണ്ട് കാര്യങ്ങളാണ് അതിൽ. എനിക്ക് പറ്റിയ ജോലി, ആസ് എ സ്റ്റുഡൻറ്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളുടെ അവൈലബിലിറ്റി കുറവ്, ആസ് എ എംപ്ലോയി എനിക്ക് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള ടൈം, ഈ രണ്ട് കാര്യവും എനിക്ക് അന്നിവിടെ ലാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ മാസ്റ്റേഴ്സ് പഠിച്ച സമയത്തും ഈവൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ പോലും ഒരു 9 to 4 എന്ന് പറയുന്ന രീതിയിൽ അവിടെ ക്ലാസ് ഉണ്ട്. 5 days in a week നമുക്ക് അവിടെ ക്ലാസ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സമയം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ജോലിക്ക് പോവാം. പിന്നെ വേറെ ഒരു പ്രശ്നം ഇതിലുള്ളത്, ഒരു സ്റ്റുഡൻറ്റിന് ജോലി കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥ ഇന്ത്യയിലില്ല. കാര്യം ഇവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നിക്കലി സ്കില്ലുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ ആളുകൾ പോലും ജോലി, എനിക്ക് തോന്നുന്നു 2% ഒക്കെയാണ് റീസെൻ്റ് ആയിട്ടുള്ള കണക്കുകൾ പറയുന്നത്. ഇന്ത്യയിൽ 100 പേര് ക്വാളിഫൈഡ് ആയിട്ട് വരുന്ന 2 പേർക്കാണ് അതിൽ ജോലി കിട്ടുന്നത്. ബാക്കി 98 ആളുകൾ എന്ത് ചെയ്യാണ്, ഈ ഒരു സിനാരിയോൻ്റെ പുറത്താണുള്ളത്. അപ്പോൾ അത്രയും ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ പുറത്ത് നിൽക്കുമ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള എന്നെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നതിലും ലോജിക്കില്ല, അവരെന്നെ എടുക്കുന്നതിലും ലോജിക്കില്ല. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഈ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു പ്രോബ്ലം ആയിട്ട് തന്നെ അത് ഇവിടെ നിലനിൽക്കുന്നു. ഓവർസീസ് കൺട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊരു പരിധി വരെ അവർക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത്. ക്ലാസ്സും അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ കേസ് പറയുന്ന പോലെ തന്നെ ഒരു കാര്യമാണ് അസസ്മെൻറ്റ് എന്നുള്ളത്. അതായത് നമ്മളുടെ ഇവിടുത്തെ ഗ്രേഡിങ് സിസ്റ്റം പോലെ അല്ല, അതിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ പുറത്ത് നമ്മൾ UK അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രീസിലൊക്കെയുള്ള ഗ്രേഡിങ് സിസ്റ്റം കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ആസ് എ ടീച്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലിപ്പോഴും ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആളുടെ ഫൈനൽ എക്സാമിന് കിട്ടുന്ന മാർക്കാണ്. ഒബിയസ്ലി ഇപ്പോൾ റീസെൻറ്റ് ഡേയ്സിൽ നമ്മൾ ഈ A+കളിലൂടെ ഒക്കെ കടന്നു വന്ന ഒരു സമയം കൂടെയാണ്. എത്ര A+ കിട്ടി എന്നുള്ളതാണ് നമ്മൾ ആളുകളെടുത്ത് ചോദിക്കുക. അപ്പോൾ പിന്നെ ഇതിനൊരു പ്രശ്നമുണ്ട് ആക്ച്വലി. ഈ എക്സാമിനേഷനിൽ വരുന്ന മാർക്ക് ഒരാളുടെ പിന്നെ എബിലിറ്റീനെ, ഒരാളുടെ ഇൻ്റലിജൻസിനെ, ഒരാളുടെ സ്കില്ലിനെ നമ്മൾ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം ഈ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിന് വയ്യാണ്ടായി, അതല്ലെങ്കിൽ ആൾക്ക് പിന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ എക്സാമിൽ സ്കോർ ചെയ്തിട്ടില്ലാണ് കുറേ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഇവാലുവേഷൻ സിസ്റ്റത്തിൽ 80% ഇത്തരത്തിലുള്ള ടെർമിനൽ എക്സാമിന് കിട്ടുന്ന മാർക്കാണ് 80%. 100 മൊത്തം നമ്മൾ എടുക്കുകയാണെങ്കിൽ 20% മാത്രമാണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ കൊടുക്കുന്നത്. സത്യത്തിൽ ഒരാളെ നമുക്ക് അനലൈസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ, ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ്. ആ ത്രൂ ഔട്ട് ഇയറിൽ ഇയാൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അതിന് ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് വരുന്നത് ഈ അസസ്മെൻറ്റുകളായിട്ടുള്ള അസൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ, പ്രസൻറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും ഇത് വളരെ ഔട്ട്ഡേറ്റഡ് ആണ് ആക്ച്വലി. എക്സാമിനേഷൻ നടത്തിയൊരു ഇയറിൻ്റെ എൻഡിൽ ഒരു എക്സാം നടത്തുന്നു, നമ്മൾ ബൈ ഹാർട്ടായിട്ട് എന്തൊക്കെയോ പഠിക്കുന്നു. ഇതിന് ഏറ്റവും ഫൺ പാർട്ട് എന്താണെന്ന് വെച്ചാൽ അന്ന് വൃത്തിക്ക് തുണ്ട് വെച്ച് എഴുതിയ ഒരാൾ, ബിറ്റ് വെച്ച് എഴുതിയ ഒരാൾ പിന്നീട് നാളെ സൊസൈറ്റിൻ്റെ മുമ്പിൽ ആളെന്താണ്, പിന്നെ മാർക്കുള്ള ആളും അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് മറ്റോ പൊട്ടനാണ്.
മാർക്ക് കിട്ടാത്ത ആൾ നമ്മൾ പൊട്ടൻ അല്ലെങ്കിൽ മന്ദബുദ്ധി എന്നൊക്കെ വിളിച്ചിട്ട് ഈ ഒരു ഇവാലുവേഷനിൽ എന്തുണ്ട് വലിയൊരു ആസ് എ ടീച്ചർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അത് റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് നമ്മൾ സ്റ്റുഡൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ എപ്പോഴും അവിടെ ഈ ഫൈനൽ സ്കോർ മാത്രം നമ്മളൊരു കൺസിഡറേഷൻ പോയിന്റ് ആയിട്ട് എടുക്കരുത് എന്നുള്ളത് കാര്യം അതിൽ നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റില്ല ഒരാളുടെ എബിലിറ്റിയും സ്കില്ലും എന്താണെന്നുള്ള കാര്യം. ഇതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ഇപ്പോൾ ഈ ഒരു കാര്യം ഇപ്പം നമ്മൾ എല്ലാവരും ഇപ്പോൾ ഞാനും അതിന് ഒരു തരത്തിൽ ഒബ്ജക്റ്റ് ചെയ്യാത്ത ഒരാളാണ്. ഇത് വളരെ സ്പെസിഫിക് ആയിട്ടൊരു പോയിൻ്റാണ്. പിന്നെ പുറത്തുള്ള കൺട്രീസിലുള്ള ഇപ്പോൾ നമ്മൾ ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ കൺട്രീസിലും അസസ്മെൻറ്റ്സ് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആൾമോസ്റ്റ് മോഡേൺ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആയിട്ടുള്ള UK, USA, അയർലാൻഡ്, കാനഡയൊക്കെ നമുക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് അവർ അസസ്മെൻറ്റ്സ് നടത്തുന്നത് ആ അവരൊരു സ്കില്ല് ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം കഴിയുമ്പോൾ ഒരു സ്കില്ല് ഡെലിവർ ചെയ്യുന്നുണ്ട്. ആ സ്കില്ല് ഇയാൾക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഞാൻ അക്ഷയ് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഞാൻ അറ്റ് ദ എൻഡ് ഓഫ് ദ സബ്ജക്റ്റ് ഞാൻ അക്ഷയിനോട് കുറച്ച് ചോദ്യം ചോദിക്കുകയാണ്. അക്ഷയ് അതിനെനിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ആ സബ്ജക്റ്റ് അക്ഷയ്ക്ക് മുഴുവനായിട്ട് മനസ്സിലായി എന്നുള്ളത്. അങ്ങനെ പറ്റുമോ? ഇല്ല. എസ്പെഷ്യലി നമ്മളൊരു പെർട്ടിക്കുലർ സ്കില്ല് ഡെലിവർ ചെയ്യുന്ന സമയത്ത് ഇത്രയും പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് സ്കില്ലുകൾ ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് കാപ്പൻ്റ് എന്ന് പറയുന്ന മരംപണി എന്ന് പറയുന്നൊരു സ്കില്ല് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ അതിനും ശരിക്കും തിയറി പറ്റുമല്ലോ. ശരിക്കും ഒരുപാട് തിയറീസ് അതിൽ പറ്റും. കാരണം പല കട്ടിങ്ങുകൾക്കും ഇതുണ്ട്, മെഷർമെൻ്റ് എടുക്കുന്നതിന്. ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് സെയിം ഈ കാർപ്പൻറിങ് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പ് ഉണ്ട്. ആ സമയത്ത് ഇതിൻ്റെ അപ്പോൾ അതിൻ്റെ ആക്ച്വലി തിയറീസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ അത് തിയറി ഫുൾ അക്ഷയ്ക്ക് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഞാൻ അക്ഷയനോട് നാളെ ഒന്ന് ചോദിക്കുകയാണ്, അക്ഷയ് മുഴുവൻ എക്സാമൊക്കെ കഴിഞ്ഞു, അക്ഷയ്ക്ക് മുഴുവൻ മാർക്കൊക്കെ ഉണ്ട്, നാളെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം അക്ഷയ് ഒരു ജോലിക്ക് പോവാണ്. അക്ഷയ്ക്ക് തിയറി അറിയാം, പക്ഷേ ഇതെങ്ങനെയാണ് സാധനങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ അളവെടുക്കാൻ എന്ത് ടൂൾ യൂസ് ചെയ്യുന്നത് പോലും ചിലപ്പോൾ അക്ഷയ്ക്ക് അറിഞ്ഞോളുന്നില്ല. അപ്പോൾ അസസ്മെൻറ്റ്സ് ഒരു സെമിനാർ വേർഷനിലേക്കും അസൈൻമെൻറ്റുകളിലേക്കും പ്രാക്ടിക്കൽ പ്രോഗ്രാമുകളിലേക്കും മാറുന്നത് കൊണ്ട് ഒരുപാട് ഹെൽപ്പ് കുട്ടികൾക്ക് കിട്ടാറുണ്ട്. അവർ ഡെലിവർ ചെയ്ത സ്കില്ല് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അല്ലാതെ അവർ ഡെലിവർ ചെയ്ത തിയററ്റിക്കൽ സബ്ജക്റ്റ് പീസസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതല്ല അവരുദ്ദേശിക്കുന്ന മാറ്റർ. അതാണ് പുറത്തത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിലുള്ള അസസ്മെൻറ്റ് മെത്തേഡിലുള്ള മേജർ ഡിഫറൻസസ്. നമുക്ക് ഇവിടെ വേണ്ടത് തിയറീസ് കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് പ്രാക്ടിക്കൽസ് കിട്ടുക എന്നുള്ളതിൽ നിർബന്ധമല്ല. ഇനിയിപ്പോൾ നമ്മൾ 12th തന്നെ തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലിൽ നമുക്ക് ഇവിടെ എത്ര വെയിറ്റേജേ ഉള്ളൂ, വളരെ പ്രൊപ്പോഷനിലാണ് അത് നടക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ആളുകളുടെ എംപ്ലോയബിലിറ്റി കുറയാനുള്ള ഒരു കാര്യം, മെയിൻ റീസൺ. കാര്യം നമ്മൾ ക്വാളിഫൈഡ് ഇൻ ദ സെൻസ് നമ്മൾ സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യത്തിലാണ് നമ്മൾ ക്വാളിഫൈഡ് ആവുന്നത്. പക്ഷേ ഇതിൽ ഇനി ഒരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഇപ്പോൾ ഒരു ത്രില്ലിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ VHSC എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഞാനിപ്പോൾ എൻ്റെ അനിയൻ VHSCയിലാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ 12th കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിൽ കുറച്ച് സ്കില്ലുകളുണ്ട്. ഓക്കെ, അവൻ ഇലക്ട്രോണിക്സിൽ അത്യാവശ്യത്തിലധികം കാര്യങ്ങൾ ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ 12th കഴിഞ്ഞപ്പോൾ എനിക്കിതൊന്നും അറിയില്ല. ഞാൻ കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചിരുന്നത്. അവന് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അവൻ ഈവൻ ഫോണുകൾ പോലും തുറന്ന് റിപ്പയർ ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്ന ക്രേസിലേക്കൊക്കെ അവൻ മാറി. അപ്പോൾ അവനൊരു പെർട്ടിക്കുലർ സ്കില്ലാ 12th കഴിഞ്ഞപ്പോൾ അതിന് ഗ്രാബ് ചെയ്തു. ഞാൻ എന്ത് സ്കില്ല് ഗ്രാബ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് നമ്മൾ കമ്പാരിസൺ നടത്തുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഡിഫറൻസ് അതൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ VHSC എഡ്യൂക്കേഷൻ ഭയങ്കര ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ട് തന്നെ അത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഗ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം. അപ്പോൾ അങ്ങനത്തെ ഇനിഷ്യേറ്റീവുകൾ ഇന്ത്യയിൽ വരുന്നുണ്ട്. പക്ഷേ അവിടെയും അസസ്മെന്റ് പിന്നെയും പറഞ്ഞ പോലെ റിട്ടേൺ എക്സാമുകളിൽ തന്നെയാണ് അവരും സ്റ്റക്ക് ആവുന്നത്. എൻട്രൻസ് മാത്രമല്ല, അവർ ഇവാലുവേഷനും റിട്ടേൺ എക്സാംസ് തന്നെയാണ്. അപ്പോൾ അസസ്മെൻറ്റുകൾ ഇങ്ങനത്തെ പ്രാക്ടിക്കൽ സ്കില്ലുകളെ ഫോക്കസ് ചെയ്തിട്ടാവുമ്പോൾ അതിൻ്റെതായ ഡെലിവറിങ്സ് അവർ മാർക്കറ്റിലേക്ക് എത്തുന്ന സമയത്ത് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ചേഞ്ച് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായത്. അല്ല, ഈ റീസൺ കൊണ്ടാണ് നേരത്തെ പറഞ്ഞ HR പെർസ്പെക്റ്റീവ് റെലവൻ്റ് ആവുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടുത്തെ കാൻഡിഡേറ്റ്സിനേക്കാൾ കൂടുതൽ പുറത്തുള്ള ആളുകളെ ചൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ അതിൽ മെയിൻ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഒരു എലമെൻറ്റ് ഈ ഒരു പറയുന്ന എംപ്ലോയബിലിറ്റി അവരിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേ ആയിട്ട് നമ്മൾ ഇൻറ്റേൺസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻറ്റേൺസിൽ ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്, അവൾ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് അടുത്ത ഡിസ്ട്രിക്റ്റിൽ മാറിയപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസസ് അവൾക്ക് തന്നെ ഫീൽ ചെയ്തു എന്നുള്ളത്.
അപ്പോൾ നമ്മൾ ഈ ഒരു കൺട്രിയിലേക്ക് മാറുന്ന സമയത്ത് കൾച്ചറൽ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് വേറൊരു കൺട്രിയിൽ പോയിട്ട് അവിടെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മൾ ഇവിടെ ജീവിച്ച പോലെയോ അങ്ങനെ ഒന്നും അല്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ കംഫർട്ട് സോണോ അങ്ങനെ ഒന്നുമല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത്രയും അങ്ങനെ കൾച്ചർ ഫോളോ ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും അഡാപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടും? ഇതിലിപ്പോൾ പിന്നെ പേഴ്സണലി ഞാനൊരു 6 മന്ത്സോളം UK സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതിൽ പിന്നെ ഞാൻ ഒരിക്കലും ഒരു വിഭാഗത്തിൻ്റെ കൾച്ചർ നല്ലതാണെന്നോ മറ്റൊരു വിഭാഗത്തിൻ്റെ മോശമാണെന്നോ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ബട്ട് ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി എങ്ങനെ പബ്ലിക് സ്പിയേഴ്സിൽ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ശരിക്കും എനിക്ക് വളരെ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഫ്രം ദ ഡേ വൺ നമ്മളൊരു റോഡിലേക്ക് എസ്പെഷ്യലി നമ്മൾ റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ്. ഈ റോഡിലെ കൾച്ചർ ശരിക്കും ആളുകൾ പറയാറുണ്ട്, ഒരു റോഡിൽ ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ആ ആളുകൾ എങ്ങനെയാണ് മൊത്തത്തിൽ അവരുടെ ഒരു കൾച്ചർ എങ്ങനെയാണ് അവരുടെ ഒരു ബിഹേവിയർ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പിന്നെ കാര്യമാണ് ഈ ഹോൺ അടിക്കുക എന്ന് പറയുന്നത്. സത്യത്തിൽ പല വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ലിറ്ററലി കൊതിക്കും കുറച്ച് ഹോണ് കേൾക്കാറുണ്ട്. അവിടെ ആകെ നമ്മൾ ഹോണ് കേൾക്കുന്നത് നമ്മൾ അത്രയും മോശമായിട്ട് എന്തെങ്കിലും റോഡിൽ ബിഹേവ് ചെയ്താലാണ് ആരെങ്കിലും നമുക്ക് അല്ലെങ്കിൽ ഹോൺ അടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുള്ളത്. ഇത് ഒരുപാട് എലമെൻറ്റ്സ് അതിലുണ്ട് അവർക്ക്. അതുപോലെ തന്നെ പ്രോപ്പർ ലൈന് കീപ്പ് ചെയ്യുന്നിടത്ത് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേറൊരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ തിരിച്ച് വന്ന സമയത്ത് പലപ്പോഴും എന്താണ് മുമ്പുണ്ടായിരുന്ന എന്നിൽ നിന്ന് ഒരുപാട് മാറാൻ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റോഡിൽ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യാൻ എനിക്ക് പറ്റിയെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കൾച്ചറൽ അസിമുലേഷൻ എന്ന് പറയും. നമ്മളൊരു കൾച്ചറിൽ നിന്ന് മറ്റൊരു കൾച്ചറിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. നല്ല കാര്യങ്ങൾ നമ്മളെ കൾച്ചറിൻ്റെ ഭാഗമാക്കി മാറ്റും. അങ്ങനെ ആ ഒരു പിന്നെ ക്ലബിങ് നടക്കുന്നുണ്ട് ആക്ച്വലി അവിടെ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ കൾച്ചറൽ അസിമുലേഷൻ അവിടെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് പിന്നെ അത്തരത്തിൽ അവരുടെ നമ്മൾ പോകുന്ന നാട്ടിലുള്ള നല്ല ആസ്പെക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗത്താക്കാൻ പറ്റുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് ഈ റോഡിന് ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട മിനിമലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു പിന്നെ പബ്ലിക് സ്ഫിയറിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറേ മര്യാദകൾ, ഒരു പിന്നെ സ്ട്രേഞ്ചർ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിലുള്ള ഒരുപാട് ആറ്റിറ്റ്യൂഡുകളെയും നമ്മുടെ ഒരുപാട് പെർസെപ്ഷനെയൊക്കെ മാറ്റാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ നമ്മൾ വേറൊരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ ആ ഇൻറ്റേൺസിൻ്റെ കാര്യങ്ങൾ തന്നെ ഞാനും അവരുടെ ഒരു സ്പീച്ചിൽ അല്ലെങ്കിൽ അവർ സംസാരിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതൊരു നമ്മൾ ഇപ്പോൾ എന്താ വെച്ചാൽ ചില മരങ്ങൾ അങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു സ്ഥലത്തു നിന്നൊരു മരത്തെടുത്ത് വേറെ കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് എ ലിറ്റിൽ ബിറ്റ് ടൈം ടു അഡാപ്റ്റ്. പക്ഷേ അത് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഫ്ലറിഷ് ചെയ്തിട്ടാണ് ചിലപ്പോൾ വളരുന്നുണ്ടാവുക, സോയിൽ നല്ലതാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട കാര്യം അത്രയേ ഉള്ളൂ. നമ്മൾ പോകുന്ന സ്ഥലം ഇപ്പോൾ എല്ലാവർക്കും എല്ലാ കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള നിർബന്ധ ബുദ്ധിയൊന്നും നമ്മൾ വിചാരിക്കരുത്. അപ്പോൾ ചില ആളുകൾക്ക് ചില സിറ്റുവേഷൻസ് ചില സ്പേസസ് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡാപ്റ്റ് ആയി വരും, അല്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് തിരിച്ചു പോരേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും. ബട്ട് ഒബ്വിയസ്ലി നമ്മൾ എന്തെങ്കിലും ഒരു മിനിമൽ ക്വാളിറ്റീസ് നമ്മുടെ ലൈഫിൽ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കിട്ടാതിരിക്കില്ല, അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അത് ആര് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളും നാട്ടിൽ നിന്ന് മാറി നിന്ന് തിരിച്ചു വരുന്ന ആളുകളും നമ്മളൊന്ന് ശരിക്കും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും ഡിഫറൻസസ്. അവർ സംസാരിക്കുന്നത്, അവരുടെ ബിഹേവിയർ, സബ്ജക്റ്റുകൾ, അവർ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ, ഇതൊക്കെ ഡിഫറൻസിൽ എലമെൻറ്റ്സ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അഷ്റഫ് അത് വളരെ പ്രോപ്പറായിട്ട് തന്നെ പറഞ്ഞു തന്നു എന്താണ് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ കൺട്രി വിസിറ്റ് ചെയ്ത സമയത്ത് വരുന്നതെന്നുള്ളത്. ആൻഡ് മോറോവർ ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ് വേറൊരു കാര്യം. കുക്കിംഗ് ആക്ച്വലി ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊക്കെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ കംഫർട്ട് സോണിലായിരുന്ന സമയത്ത് നമുക്കിതെല്ലാം നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് വരുന്നതുകൊണ്ട് നമ്മൾ അറിയില്ലായിരുന്നു. ബട്ട് ഞാനൊരു തമാശ പറഞ്ഞതല്ല, കുക്ക് ചെയ്യാൻ അറിയാമെന്ന് പറയുന്നത് വലിയ സ്കില്ലാണ്. അൾട്ടിമേറ്റ്ലി അത് പഠിച്ചു എന്നുള്ള കാര്യം അത് സിറ്റുവേഷൻസ് ആണ് നമ്മളെ കൊണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈമിലൊക്കെ ഉമ്മാനെ വിളിച്ച് ചോദിക്കും എങ്ങനെയാണ് വീഡിയോ കോളൊക്കെ ചെയ്ത് ചോദിക്കും. അപ്പോൾ എല്ലാം ഉമ്മ പറഞ്ഞിരുന്നു. അവസാനം ഉപ്പ് മാത്രം പാകത്തിനിടാൻ പറയും. ഈ ഉപ്പിൻ്റെ പാകം പിന്നീട് എന്ത് ചെയ്യാണ്, അത് ശരിയായ കാര്യമാണ്. ആ ഉപ്പ് പാകപ്പെട്ടോട് കൂടെ എന്ത് ചെയ്തു, ഞാൻ കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആളുകൾക്ക് എനിക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് എനിക്ക് പിന്നെ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അതൊരു പിന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും നമുക്ക് അതിൽ ഉൾക്കൊള്ളിക്കാൻ തോന്നുന്നുണ്ട്. മൊത്തം നമ്മളെങ്ങനെ
അഡാപ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അങ്ങനെ പലപ്പോഴും നമ്മളൊക്കെ സ്റ്റുഡൻസ് പിന്നെ പോയി 1-2 വർഷം കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്ന കുട്ടികളാണ്. ബട്ട് ഇപ്പോൾ പിന്നെ നമ്മളെക്കാൾ ഉഷാറായിട്ട് ഇവിടുത്തെ പുതിയതായിട്ട് പോകുന്ന കുട്ടികളെ കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് അവരവരുടെ ലൈഫിലെ എക്സ്പീരിയൻസ് കൊണ്ട് മാറിപ്പോയൊരു സിനാരിയോ ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ട് നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഫിനാൻഷ്യൽ ടേമിലാണെങ്കിലും അതല്ലാത്ത ഏത് ടേമിലാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ മൊബിലിറ്റി എപ്പോഴും നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരുപാട് ഞാൻ ഇപ്പോൾ റിയലൈസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ മുന്നേ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് ഓർമ്മയുണ്ട്. ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കോ പാസഞ്ചർ ഞാൻ വെള്ളം എടുക്കാൻ പുറത്തിറങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് ആളുടെ ബോട്ടിൽ തന്നിട്ട് കുറച്ച് വെള്ളം എടുത്തരുമെന്ന് ചോദിച്ചു. ഞാൻ അന്ന് എന്തൊക്കെയോ എൻ്റെ മനസ്സിലുള്ള എന്തൊക്കെയോ ധാരണകൾ, ആളൊരു നോർത്ത് ഇന്ത്യൻ ആയിരുന്നു, അങ്ങനെ എന്തൊക്കെയോ കാരണം കൊണ്ട് ഞാൻ വെള്ളം എടുത്തു കൊടുത്തില്ല. എൻ്റെ ഫസ്റ്റ് ജേണി ആയിരുന്നു അത്. ആ ഒരു ജേണി ഇറ്റ്സെൽഫ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് ആറ്റിറ്റ്യൂഡ്സിനെ എങ്ങനെയാണ് ചേഞ്ച് ആക്കുന്നതെന്നൊക്കെ ഉള്ളത്, അതായത് ജാതിക്കും മതത്തിനും പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള വർണ്ണത്തിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യനെ മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്യാൻ തക്ക തരത്തിൽ നമ്മുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡൊക്കെ കൊണ്ടുവരുന്നിടത്ത് അല്ലെങ്കിൽ മാറുന്നിടത്ത് ഇത്തരത്തിലുള്ള ഈ പറയുന്ന മൊബിലിറ്റി എന്നെ പേഴ്സണലി എന്നെ ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതന്നെയായിരിക്കും മോസ്റ്റ് ഓഫ് ആളുകളുടെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഏകദേശം എന്താണ് എബ്രോഡ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഞാനിങ്ങനെ വരികയാണ്, നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്, നിങ്ങളിപ്പോൾ കുറേ സ്റ്റഡി എബ്രോഡ് കാര്യങ്ങൾ കുറേ സംസാരിക്കുന്നുണ്ട്, കുറേ സ്റ്റുഡൻസിന് പറഞ്ഞു വിടുന്നുണ്ട്, ഒക്കെ വിടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ത്യ ആണോ അല്ല എബ്രോഡാണോ ബെറ്റർ എന്ന് ചൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഓക്കെ ഞാൻ ഇത് തന്നെ മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഫൈനൽ തോട്ട്സ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് ഓരോ ഇൻഡിവിജ്വലും ചെയ്യേണ്ട കാര്യം. അതാണ് തോന്നിയിട്ടുണ്ട്. നമ്മൾ സെൽഫായിട്ടൊരു ക്ലാരിറ്റി ഇതിൽ ബിൽഡ് ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ സ്റ്റാഫോ അതല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് UK പോയി എന്നുള്ളത് ഒരിക്കലും നമുക്ക് UK പോകാൻ അല്ലെങ്കിൽ USA പോകാനുള്ള റീസൺ ആവരുത്. നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുക, പിന്നെ നമുക്കൊരു ക്ലാരിറ്റി ഇതിലുണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ആദ്യം ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഇതിൽ അക്ഷയൻ്റെ ഇപ്പോൾ നമ്മൾ അക്ഷയനോട് ഞാൻ കൺസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആൾറെഡി പറഞ്ഞു, ഞാൻ ഒരാളോടും വീടിനടുത്തുള്ള സ്ഥലത്ത് പഠിക്കാൻ സമ്മതിക്കാത്ത ഒരാളാണ്. ഞാനത് എൻ്റെ ഇപ്പോൾ മീൻസ് എൻ്റെ 10th കഴിഞ്ഞാൽ ഇനി എൻ്റെ 10th കഴിയാൻ പോകുന്ന അനിയനോട് പോലും ഞാൻ പറഞ്ഞുള്ള കാര്യമാണ്, മിനിമം ഇത്ര ഡിസ്റ്റൻസ് എങ്കിലും സ്കൂളിലേക്ക് വേണം എന്നുള്ളത്. കാരണം അവനെ അങ്ങനെയെങ്കിലും അവനൊന്ന് ട്രാവൽ ചെയ്യണം. ഇപ്പോൾ വീട്ടിൽ നിന്ന് നടന്നു പോകാൻ പറ്റുന്ന അടുത്ത് സ്കൂളുണ്ടെന്നുണ്ടെങ്കിലും അതിലേക്കല്ല ഒന്നും ഉണ്ടാകും, കുറച്ചും കൂടി ഡിസ്റ്റൻസിലേക്ക് പോകണം. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ട കാര്യം അക്ഷയ്ക്ക് എന്താ വേണ്ടതെന്നുള്ളതാണ് ഒന്ന്. ഇനി ഭയങ്കര അക്ഷയ് ഹോം സിക്നെസ് ഉള്ള ഒരാളാണ്, വീട്ടിൽ നിന്ന് മാറി നിൽക്കാനേ പറ്റാത്ത ഒരാളാണ്. ഹോം സിക്നെസ് മാത്രമല്ല, നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാതിരിക്കാൻ. അപ്പോൾ അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ട്രൈ ടു ഗെറ്റ് ഇറ്റ് അറൗണ്ട് യു. ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ലത് എന്താണെന്നുള്ളത് ശ്രമിച്ച് നോക്കൂ എന്നുള്ളത് തന്നെയാണ് ഞാൻ റെക്കമെൻഡ്. അല്ല അക്ഷയ് ആസ് എ ബോൾഡ് പിക്ചർ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഇപ്പോൾ അക്ഷയ് ഇപ്പം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അക്ഷയ് ഈവൻ ദോ BTech ആണ് കംപ്ലീറ്റ് ചെയ്തതെന്നുണ്ടെങ്കിലും യു ആർ മോർ പാഷനേറ്റ് ഇൻ ടു പോഡ്കാസ്റ്റിംഗ് ആൻഡ് ടോക്കിംഗ് ടു പീപ്പിൾ, ദാറ്റ് വാട്ട് യു ലവ് ഐ ഗെസ്. സോ ഇതിന് പറ്റുന്നൊരു പ്രോഗ്രാമാണ് ഇയാൾ പഠിക്കേണ്ടത്. അത് ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും പോയി പഠിക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ കൂടുതൽ നെറ്റ്വർക്ക് ചെയ്യാം. നമുക്ക് സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ സംസാരിക്കാൻ എപ്പോഴും വേണ്ടത് എന്താണ്, കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ സബ്ജക്റ്റുകൾ കിട്ടൽ നിർബന്ധമാണ്. നമുക്ക് സബ്ജക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിടത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ അക്ഷയ് വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്, യൂട്യൂബിൽ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നും കിട്ടുന്ന സബ്ജക്റ്റുകൾക്കും അത് അക്ഷയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസിനും ഒരു ലിമിറ്റേഷനാണ്. അക്ഷയ്ക്ക് എന്തെങ്കിലും കൂടുതൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അക്ഷയ് എന്ത് ചെയ്യണം, യു ഹാവ് ടു സീ പീപ്പിൾ, യു ഹാവ് ടു സീ തിങ്സ്, യു ഹാവ് ടു ഫീൽ ടച്ച്. ഇതൊക്കെ നമുക്ക് സംഭവിക്കണം. അത് എന്നും പുതുതായിട്ടോ അല്ലെങ്കിൽ മിനിമം ഒരു വീക്ക്ലിയെങ്കിലും അതിൻ്റെ ചേഞ്ചസ് വന്നാൽ തന്നെ നമുക്ക് പുതിയ പുതിയ തോട്ട് പ്രോസസ്സുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി അക്ഷയ് യു ഷുഡ് ഗോ സംവെയർ എൽസ്. അതാണ് എനിക്ക് അക്ഷയനോട് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് UK ആവണം USA ആവണം എന്ന് പിടിവാശി പിടിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ പറയുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാഷനെ പഠിച്ച് അതൊരു സ്കിൽ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് എവിടെയാണ് പഠിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഏറ്റവും നല്ല സിലബസ് എവിടെയാണെന്നുള്ളത് കണ്ടെത്തുക. ഇഫ് യു വിഷ് ടു ഡു ദാറ്റ് ഐ വിൽ ബി ഹിയർ ടു ഹെൽപ്പ് യു. അതാണ് എനിക്ക് ഇതിൽ പറയാനുള്ള കാര്യം. ഒബ്വിയസ്ലി ലോട്ട് ഓഫ് റിസർച്ച് വേണ്ട ഒരു കാര്യമാണ്. യു ആർ നോട്ട് ആസ്കിങ് മീ അബൌട്ട് മാസ്റ്റേഴ്സ് ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ എവിടെ ചെയ്യാം എന്നുള്ളതല്ല അക്ഷയൻ്റെ ആവശ്യം. അക്ഷയ്ക്ക് യു ഷുഡ്
ഒരു പർപ്പസ് ഉണ്ട്. ടെക്നിക്കലി ആക്ച്വലി ഒറേറ്റർ ആണ്. അതെ. അപ്പൊ അതിന് പിന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് കാര്യങ്ങൾ ഇതൊരിക്കലും ഒരു ഓവർനൈറ്റിൽ ഉണ്ടാവുന്ന ഡിസിഷൻ അല്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് പലപ്പോഴും നമ്മൾ സ്റ്റുഡൻസിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ബേസിക് ക്വസ്റ്റ്യൻ ആണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അബ്രോഡ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ചില ആളുകൾക്ക് പറയാറുണ്ട് എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, എൻ്റെ കസിൻ അവിടെ ഉണ്ടെന്നുള്ളത്. അതായിരിക്കരുത് ഒരിക്കലും നമ്മൾ ഇത്രയും വലിയൊരു പിന്നെ സ്പെൻഡ് ചെയ്തിട്ട് പോകുമ്പോൾ നമ്മുടെ റീസൺ. ഇതിൽ ഈ അഷ്റഫി പറഞ്ഞ കാര്യത്തിൽ എന്താ വെച്ചാൽ ചില കുട്ടികൾക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റാറ് അതാവും. നമുക്ക് ചില ആളുകൾക്ക് നമ്മൾ റൈറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചത് റൈറ്റ് ആവാം, പക്ഷേ അവർക്കതിന് റൈറ്റ് ആൻസേഴ്സ് അറ്റ് ദ മൊമെൻറ്റ് കിട്ടിയാൻ സമയമായി വരുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക, നമ്മളൊരു 18 വയസ്സിൽ നിന്നോട് ആരെങ്കിലും വന്നിട്ട് നിനക്ക് പുറത്ത് പോകാൻ ആഗ്രഹമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി യെസ്, എനിക്ക് പുറത്ത് പോകാൻ താല്പര്യമുണ്ട്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, പുറത്ത് പോകുന്നത് ഒരു രസമാണ്, അതെന്തോ ആണ് എന്നുള്ളത് നമുക്കറിയുള്ളൂ. അപ്പോൾ അത് ഇൻ ഡീറ്റെയിൽ ആയിട്ടാണ് ചില സമയത്ത് നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഞാൻ അഷ്റഫിനെ സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്, പല ചോദ്യങ്ങൾക്ക് അവസാനമായിരിക്കും നമുക്ക് ഇയാളുടെ കോർ പർപ്പസ് ഇതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഇറ്റ്സ് അബൌട്ട് എ പാർട്ട് ഓഫ് നമ്മുടെ കൺസൾട്ടേഷൻ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒബ്വിയസ്ലി ഇഫ് യു വാണ്ട് ടു ഗോ ഐ വിൽ ബി ഹിയർ, ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ദ പ്രോഗ്രാംസ്, ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ദ ഡെസ്റ്റിനേഷൻസ് വിച്ച് ഓഫേഴ്സ് യുവർ സബ്ജക്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് എബ്രോഡ് എഡ്യൂക്കേഷൻ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു കൊടുത്തൊരു കാര്യമായിരുന്നു ഏത് കൺട്രി ചൂസ് ചെയ്യും, ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത്, എവിടെ പോയിട്ടാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാം, ചൂസിങ് ദ റൈറ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ളത്. അതായത് എനിക്ക് ഇന്ന കോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ പോഡ്കാസ്റ്റിംഗ് ഒരു കോഴ്സാണ് എന്നുണ്ടെങ്കിൽ അത് എവിടെ പോയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കൺട്രി അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഏതാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി പോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഏതാണ് എന്നുള്ളത് ചൂസ് ചെയ്യാനായിട്ട് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് സാധിക്കും. സോ എന്തായാലും നമ്മളെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.